അതായത് നമ്മുടെ മുകേഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ. കാരണം മുകേഷിനെ നബിയായിട്ട് കാണാൻ കാരണം ഒരു നബിക്ക് വേണ്ട ചില യോഗ്യതകളൊക്കെ ഇപ്പൊ ഈ അമ്മയുടെ റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇടാനൊരു കാരണമുണ്ട്. നമ്മുടെ അലിയാർ കാസിമി എന്ന് പറഞ്ഞൊരു ഉസ്താദ് ഉണ്ടല്ലോ, തലവെട്ടു എന്നൊക്കെ പറയുന്ന പാർട്ടി. പുള്ളി ഭയങ്കര ധീരമായിട്ട് ആഞ്ഞടിക്കുന്നു. ഇസ്ലാം ഇത് പണ്ടേ പറഞ്ഞിരുന്നു, ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ചൊരു മുറി നിൽക്കരുത്, എന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ എയിം ചെയ്യുന്നത് ശരിയാണ്. ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരു മുറി ഒന്നിച്ച് നിൽക്കരുത് എന്ന് അലിയാർ കാസിമി പറയുന്നത് ഒരു അനുഭവത്തിൽ നിന്നാണ്. അതാണ് തഹരീം എന്ന പാഠം, 66-ാമത്തെ അധ്യായം നിലവിലെ ഖുറാന്റെ. അവിടെയാണ് മാരിയത്തുൽ കിൽബി, കോപ്റ്റിക് മേരിയെ ഒരു മുറിക്കകത്ത് മുഹമ്മദ് സ്വന്തമാക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കക്ഷികളെ ആദരവോടെ കണ്ടിട്ട് ഭയങ്കര ഗൗരവമായിട്ടാണ് ഈ കാസിമി നമ്മുടെ ഇന്നത്തെ റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളെ വിമർശിക്കുന്നത്. അപ്പൊ അതിന് ഞാനൊരു അല്പം സറ്റേറിക്കലായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത് 5 മണിയോടെ പുറത്തു വരും. പിന്നെ അതുകൊണ്ടാണ് ആ റൂം വേണ്ടെന്ന് വെച്ചത്. ഇനിയും ഈ മാരേജ് എന്നുള്ള ഒരു ഇഷ്യൂവിനെ ഗൗരവതരമായി തന്നെ ഇസ്ലാമിലെ മാരേജ് ചർച്ച ചെയ്യേണ്ടതാണ്. ആക്ച്വലി ദർ ഇസ് നോ മാരേജ് ഇൻ ഇസ്ലാം. സ്ത്രീകളുടെ പദവി അന്തസ്സ് ഉയർത്തി എന്നൊക്കെ ഉള്ള വലിയ തമാശ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ആക്ച്വലി വുമൺ ഈസ് എ പ്രോപ്പർട്ടി ഫോർ എൻജോയ്മെന്റ് ലൈക്ക് ആനിമൽസ് ഫോർ ഫാം. ഇതാണ് ഇസ്ലാം പറയുന്നത്. കാരണം എന്താ, വുമൺ ഒരു പ്രോപ്പർട്ടിയാണ്. ആരുടേത്? ഹസ്ബൻഡിന്റെ. അപ്പൊ വുമൺ ഹാവ് നോ റൈറ്റ് ടു ഇൻ ഡിസൈഡിങ് ദ സെക്സ്. സെക്സ് ഡിസൈഡ് ചെയ്യാൻ അവകാശമില്ല. മാത്രമല്ല ഡൈവോഴ്സിന് പുരുഷനുള്ള അത്ര അവകാശമില്ല. പിന്നെ സ്ത്രീകൾ അതിൽ തന്നെ നേച്ചറോട് തന്നെ വൃത്തികെട്ടവരാണെന്നാണ്. ഹാസ് ബീൻ ക്രിയേറ്റഡ് ഫ്രോം എ റിബ് ആൻഡ് വിൽ നോ വേ ബി strengthened for you. So if you wish to benefit by her while crookedness remains in her. And if you attempt to straighten her, you will break her, and breaking her is divorcing her. സഹീഹ് മുസ്ലിം 1467. അപ്പോ വേറൊരു തമാശയുള്ളത്, പാട്ട് പാടുന്ന പെണ്ണുങ്ങളെ അള്ള പന്നിയായിട്ട് മാറ്റുന്നു. People among my nation will drink wine calling by another name, and musical instruments will be played for them, and singing girls will sing for them. Allah will accuse the earth to swallow them up and will turn them into monkeys and pigs. സുനൻ ഇബ്നു മാജ 4020. ഇങ്ങനെ ഇതാണ് പറയുന്നത്. സ്ത്രീക്ക് ഭയങ്കര പദവി മുഹമ്മദ് കൊടുത്തെന്നാണ്. ഇനി റേപ്പ് കൃത്യമായിട്ട് അനുവദിക്കുന്ന ഭാഗമുണ്ട്. റേപ്പ് അത് ഖുറാൻ 24:4 ആസ്പദമാക്കിക്കൊണ്ട് മുഫ്തി താക്കി ഇസ്മാനിയുടെ കമന്ററി വായിച്ചാൽ മതി. കമന്ററി എന്ന് പറയുന്നത് തഫ്സീർ. Those who accuse the chaste woman of fornication, but they do not produce for witness, flog them with 80 strips and do not accept their any evidence anymore. They are the sinners. ഇനി ഈ സെക്സ് വിത്ത് മാരീഡ് വുമൺ അനുവദിക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മറ്റേ മുലകുടി സംഭവം. അത് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകണ്ട. അപ്പം സ്ത്രീയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്വർഗത്തിൽ ഹൂറന്മാരെ കിട്ടത്തില്ല. എല്ലാം കൊണ്ടും ഈ പറഞ്ഞ വിധത്തിലാണ് കാര്യങ്ങൾ. അപ്പൊ ഈ പാവം സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങളും ദുരന്തങ്ങളും അതിന്നും തുടരുന്നു ഇസ്ലാമിൽ. ഇസ്ലാം അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്. അത് മനുഷ്യത്വ വിരുദ്ധമാണ്. അത് ഇസ്ലാം മതം ഉണ്ടായിട്ട് മുഹമ്മദിനും കുടുംബത്തിനും കുറെ പുരുഷന്മാർക്കുമാണ് ഗുണം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അവിടെ സ്ത്രീകൾക്കോ സാമാന്യ ജനങ്ങൾക്കോ ഒന്നും ഗുണം ഉണ്ടായിട്ടില്ല. അവർ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളൊക്കെ ആയിട്ട് പോവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും ഇതിന്റെ നേതാവ് പൊട്ടിത്തെറിക്കാൻ പോയി കേട്ടിട്ടുണ്ടോ? ഇതുണ്ടാക്കിയവന്മാരൊക്കെ പൊട്ടിത്തെറിക്കാനൊന്നും പോടില്ല. അവര് സുഖവാസ കേന്ദ്രങ്ങളിൽ ജീവിതമാണ്. അപ്പോ ഇത് വലിയ വഞ്ചനയുമാണ്, തിന്മയുമാണ്. ആരെങ്കിലും ഇതിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ അവർക്ക് മതം അറിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും.
അത്ര നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ ഏർപ്പാടുകളാണ് അതിൽ നടക്കുന്നത്. സാധാരണ ഒരു മതവിശ്വാസം എന്ന നിലയിലല്ല ഞങ്ങൾ ഇതിനെ വിമർശിക്കുന്നത്, മറിച്ച് കിതാബുകളെ ആധാരമാക്കിയാണ്. ഇന്നലെയൊക്കെ ഒരു നഗാസ് എന്ന് പറഞ്ഞൊരു ചങ്ങാതി വന്നിരുന്നു. ഞങ്ങൾ ഇതിലെ അവരുടെ വചനം വെച്ച് ചർച്ച ചെയ്യുമ്പോൾ അയാൾ നേരെ അമേരിക്കയിൽ ഇങ്ങനെ നടക്കുന്നു, പെണ്ണുങ്ങളെ അതിൽ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവാണ്. യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലെ വാദങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇവിടെയെല്ലാം നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ മേന്മ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുരുഷന് സ്ത്രീയുടെ മീതെ ഏതെങ്കിലും കാര്യഗൗരവമായ അധികാരങ്ങളോ അല്ലെങ്കിൽ അതിനേക്കാൾ എന്തോ സംഭവമാണെന്ന നിലയിലെ ഒന്നും ഉള്ള യാതൊരു വിധത്തിലെ മേന്മയും നൽകുന്നില്ല. ബോത്ത് ആർ ഈക്വൽ, ആ ഒരു ചിന്തയാണ് മുമ്പോട്ട് വെക്കുന്നത്. പിന്നെ ഒരു അവിഞ്ഞ കേസാണ് ഈ താൽക്കാലിക വിഭാഗം, നിക്കാമുത്ത്. അതിനകത്ത് എന്താ കണ്ണ്, നിങ്ങള് അതൊരു തരം പെർമിറ്റഡ് അഡൾട്ടറിയാണ്, അതായത് ലൈസൻസ് ഉള്ള വ്യഭിചാരമാണ്. എന്താണ് കാര്യം? ഇപ്പൊ ഒരാള് ഒരു മുസ്ലിം മറ്റൊരു രാജ്യത്ത് അപ്പൊ അയാൾക്ക് 2-3 ദിവസത്തേക്ക് ഒരു സ്ത്രീയെ ഭാര്യയാക്കാം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോ എന്നിട്ട് എന്ത് ചെയ്യണം? 3 days ആഫ്റ്റർ അവർക്ക് ഡിവോഴ്സ് ആകാം. ഇങ്ങനെ അത് ഉമർ റദ്ദ് ചെയ്യുന്നുണ്ട്, പിന്നീട് ഉമർ നീക്കം ചെയ്യുന്നുണ്ട്. അതിനകത്ത് അർത്ഥമില്ല, കാരണം ഉമർ ആര് നീക്കം ചെയ്യാൻ? ഉമറിന് അതോറിറ്റിയൊന്നും ഇല്ല. അള്ളാഹുടെ പ്രവാചകൻ പറഞ്ഞത് മാറ്റാനുള്ള അധികാരം ഉമറിന് ഒരു വിധത്തിലും കിട്ടുന്നില്ല. ഉമർ അങ്ങനെ ചെയ്താൽ തന്നെ അത് നിയമവിരുദ്ധമാണ്. ഉമർ മടുത്തു പോയി കാണും ഇങ്ങനെയുള്ള പണിയുണ്ട്. കാരണം ഇപ്പൊ ഒരുത്തന്നെ ഇങ്ങനെ ഇതേ പണി എന്നും ചെയ്തുകൊണ്ടിരിക്കുക, ഒരു വിധത്തിലും തെറ്റുവരുന്ന എങ്ങനെ? ഇത്രമാത്രം ഈ തിന്മകൾക്ക് പെർമിറ്റ് ചെയ്യുന്ന തരത്തിലെ ഒരു മതസംഹിത എന്നതാണ് അതിന്റെ അപര്യാപ്തതയും അതിന്റെ ദുർഗുണങ്ങളുടെ ഭാഗമായിട്ടും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, പിന്നീട് ചർച്ചക്കാരെങ്കിലും ഉണ്ടെ ക്ഷണിക്കാം, താഴെ ആരെങ്കിലും ഉണ്ടെ കയറിയൊന്ന് മറുപടി പറയാം. യാദൃച്ഛികമായിട്ടാണ് ബറോസ് ബദർ ഈ വിഷയം എടുത്തതെങ്കിലും നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തില്, പ്രത്യേകിച്ച് യാമ റിപ്പോർട്ടും ഇതൊക്കെ വന്ന സാഹചര്യത്തില് ഒന്നുകൂടെ വൈവാഹിക ജീവിതത്തെയും അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ബൈബിളിന്റെയും ഇസ്ലാമിന്റെ രണ്ടിന്റെയും തർജ്ജമ ചെയ്ത് പഠിച്ചത് ഒന്നുകൂടെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ഗൗരവ കാര്യമൊന്നുമല്ലെന്നേ. എന്റെ കാരണം പറയാം. ഇതിപ്പോ നമ്മളൊരു നിഷ്പക്ഷമായ ഒരു നിരീക്ഷണം നടത്തിയ ഇത് ആ ഫീൽഡിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഇവള് ഈ കംപ്ലൈന്റ് പറയുന്നവർക്ക് അന്ന് പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാമല്ലോ, അതെന്താ ചെയ്യാത്ത? അപ്പൊ അവർക്ക് അവസരങ്ങൾ പോകരുതെന്നുണ്ട്. ഇപ്പൊ എന്തിനാ പറഞ്ഞ്? ഇനി മറ്റൊരു കാര്യം, ഇതില് പറയുന്ന ഈ നടികൾ ആരും ഒരു നല്ല പേരുള്ള അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉള്ളവരല്ല. ഒരു മുൻനിരയിൽ വരുന്ന ഇവരുടെയൊക്കെ പേര് നമ്മളിപ്പോ കേൾക്കുകയാണ്, മുൻനിരയിൽ വരുന്ന ആളുകളല്ല. ഇപ്പൊ ഇവർക്ക് ഒരു പരിധി വിട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാം നടന്മാരും ആ ലോകം ഇങ്ങനെയാണ്, ഭൂരിപക്ഷവും ഇങ്ങനെയാണ്. അപ്പോ ഇവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സാധിച്ചില്ല, അപ്പൊ അവർക്ക് പരാതിയായി. അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഇതെന്ന് ഇവിടെ പോയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇത് ചായക്കോപ്പയിൽ ഒരു കൊടുങ്കാറ്റ് മാത്രമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളെന്നെ 20 വർഷം മുമ്പ് കയ്യെ കയറി പിടിച്ചു, ഇത് എവിടെ പോയി തെളിയിക്കും? എങ്ങനെയാണ് ഇത് തെളിവ് കൊടുക്കുന്നത്? പിന്നെ ഇവരുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചിട്ടുണ്ട്. അവർക്കത് വിഷയമൊന്നുമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും അറിയാം ഇതൊക്കെ ഇങ്ങനെയാണെന്ന്. അവരെ ഒന്നും അത് ബാധിക്കില്ല. ഒന്നാമത് അവര് കഴിയുന്നത് അതീവസമായ സമ്പന്നമായ ഒരു വോയിസ് പോയി പക്ഷേ വായിച്ചാൽ മനസ്സിലാകും ഇവരൊക്കെ എത്രയോ ഡീസന്റ് ആണെന്ന് മനസ്സിലാവും. ഇത് കമ്പാറ്റീവ് സ്റ്റഡിക്കുള്ള സാധനമൊന്നുമില്ല, സീരിയസ് ആയൊരു സാധനമല്ല അവിടെ പറയുന്നത്. ഓണിക്കിടെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ റൂമിലേക്ക് വരാൻ വിളിച്ചു, കഥയെ മുട്ടുമ്പം അവര് എതിർത്ത് നിൽക്കണം, അത്രയും കാര്യമില്ലല്ലോ. അവർ എതിർത്ത് നിൽക്കണമായിരുന്നു. എന്തുകൊണ്ടാ കഥയെ മുട്ട? എന്താ എനിക്ക് ഈ രാത്രി കാര്യം വെച്ചാൽ വിഷയം തീർന്നില്ലേ? മേലിൽ നിന്നെ ഇവിടെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞാൽ അവിടെ വിഷയം തീർന്ന്. അത് ഇത്രമാത്രം പർവ്വതീകരിച്ച് 10 വർഷം കഴിഞ്ഞേച്ച് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരോട് ഒരു സഹതാപവും എനിക്കില്ല. മറ്റവരിങ്ങനെ തന്നെയാണ്, ഈ പറഞ്ഞൊന്നും കള്ളവാണെന്നും വിശ്വസിക്കുന്നില്ല. അതൊക്കെ ശരിയായിരിക്കാം. ഇനി അവർ പോയിട്ട് സ്ഥാപിക്കാനൊന്നും പറ്റുന്ന ഈ എവിഡൻസ് കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഇനി ആരൊക്കെ എവിടൊക്കെ വിചാരണ നടത്തിയാലും അവിടെ രക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഇതിലും വലിയ കുറ്റകൃത്യം ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തവൻ നല്ല അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, അതിലകപ്പെട്ടവൻ പോയി അകത്തും കിടപ്പുണ്ട്.
ഞാൻ അയാളെ കണ്ടിരുന്നു ഒരിക്കൽ ഒരു ജയിൽ സന്ദർശനത്തിൽ, അവിചാരിതമായിട്ട് കണ്ട. ജയിലില് ഞങ്ങൾ പ്രശ്നത്തിനായിട്ട് പോയപ്പോൾ ഈ മനുഷ്യനെ കണ്ടിരുന്നു. അയാളുടെ പരിതാപകരമായ അവസ്ഥയൊക്കെ അയാൾ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ഇതിന് ഈ ബലാത്സംഗത്തിന് ലോകത്ത് തന്നെ കൊട്ടേഷൻ കൊടുത്തൊരു സ്ഥലമുണ്ട്, അത് കേരളമാണെന്ന് തോന്നുന്നു. അത്ര ഏർപ്പാടുകൾ നടന്നു. ഇനിയിപ്പോ അതുപോലൊരു വിഷയമല്ല. നമ്മൾ ഈ ഹദീസിൽ വായിക്കുന്ന സാധനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസാരം. ആ കേട്ട കേസൊക്കെ വളരെ വളരെ നിസാരം. ഇവരൊക്കെ ഒത്തിരി ഒത്തിരി നല്ല മനുഷ്യരാണ്. ഇവർ കുറെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു. അവർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അവര് കൺസെന്റ് ചോദിച്ചിട്ടാ. ആ കൺസെന്റ് ഇല്ലെങ്കിൽ പിന്നെ ഇത്രയൊന്നും നടക്കുമെന്ന് പറയാൻ പറ്റില്ല പല കാര്യങ്ങളും. മറ്റേ അങ്ങനെയല്ല, വലം കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഇത്തരം തോന്നിയാസങ്ങളൊക്കെ കാണിക്കുകയാണ് ഒരു പരിധിയില്ലാതെ. എന്നിട്ട് അതിലെ മഹാന്മാർ വന്നാണ് ഹേമ കമ്മിറ്റിയെ ഇങ്ങനെ വിമർശിക്കുന്നത്. അതിനകത്തെ റിപ്പോർട്ടിനെ ഇങ്ങനെ വിമർശിച്ച ആ നീതിബോധം കൊണ്ട് നമുക്ക് തന്നെ ചിരി വരും. ഞാൻ കുറെ ട്രോൾ ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ചിരിച്ചൊരു വഴിക്കാവുന്ന സാധനമാണ് ഇവരുടെയൊക്കെ ഉന്നതമായ നീതിബോധം. പണ്ട് എന്നോട് ചോദിച്ചു ഈ ഹേമ കമ്മിറ്റിയെ പറ്റി ഒരു വീഡിയോ ചെയ്തുകൂടെ. നാറ്റക്കേസ്, നമുക്ക് നിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കാരണം ആ ഫീൽഡ് ഉള്ളൂ. അങ്ങനെ പൊളിറ്റിക്കൽ ഫീൽഡ് ഇങ്ങനല്ലേ, അങ്ങനെയല്ലേ. അതിൽ ഇതൊക്കെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് അപ്പുറത്ത് നമ്മുടെ എന്തുവാ മീഡിയാസ്, ഈ പറയുന്ന ഒരു മീഡിയ പ്രവർത്തനം മാതൃഭൂമിയിൽ നിന്ന് എടുത്ത് കളയേണ്ടി വന്ന എന്തുകൊണ്ടാ? അവിടെ എല്ലാം ഇതുണ്ട്, ഇത്തരം കാര്യങ്ങളുണ്ട്. എല്ലാ ഫീൽഡിൽ ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് ചെറുത്ത് നിൽക്കണം, സ്ത്രീകൾ ചെറുത്ത് നിൽക്കണം. അവരും അതിൻ്റെതായ രീതിയിൽ ഉള്ള ചില സമീപനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുണ്ട്. അല്ലെങ്കിൽ മിണ്ടാതെ ഇത്രയും നാൾ നടക്കേണ്ട കാര്യമില്ല. അവർ കേസ് കൊടുക്കണം. അന്തസ്സുള്ളവരാ പണിക്ക് പോരുത്. അല്ലെങ്കിൽ ഇത് ഞാൻ ഇൻഡസ്ട്രി അല്ല പറഞ്ഞോ. ഇനി വേറൊന്ന്, അവിടെ ഈ നിസാര പൈസയ്ക്ക് 500 രൂപയ്ക്കും 600 രൂപയ്ക്കും പണിയെടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഇവർ വാദിച്ചോ? ഈ ലൈറ്റ് ബോയും മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വലിയ കഷ്ടപ്പാടി കഴിയുന്നവരുണ്ട്. ഇവർക്ക് വേണ്ടി വല്ലതാണോ ഈ സംസാരിക്കുന്നത്? ഇവർക്ക് വേണ്ടിയൊന്നുമല്ല. ഇത് ഇവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല, ഇവരുദ്ദേശിച്ച പുരോഗതിയൊന്നും കിട്ടുന്നില്ല. കാരണം ഇത് നമ്മളൊന്നും പേരുകൊണ്ട് പോലും കേട്ടിട്ടില്ലാത്ത എവിടെങ്കിലുമൊക്കെ മിന്നി മറഞ്ഞു പോകുന്ന കക്ഷികളോ അത്തരത്തിലൊക്കെ ചെറിയ റോൾ ചെയ്യുന്ന കക്ഷികളിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. അതിനകത്ത് അവർക്കും മുൻനിരയ്ക്ക് വരണമെന്നും അവരുടെ ഡ്രീമിനനുസരിച്ച് പോകണമെന്നും ഒക്കെ ഉണ്ട്. നമ്മുടെ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമല്ല. നിസാരങ്ങളിൽ നിസാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നിപ്പോ ഇത് മനഃപൂർവ്വം ഇത് ഈ സമയത്ത് എടുത്തിടുന്നത് ചില കാര്യങ്ങളിൽ നിന്ന് സർക്കാരിന് ചർച്ച ഒന്ന് തിരിക്കണം. അത്രയും കാര്യമുള്ളൂ. ഈ ബലിയാടുകളെ അവർക്കറിയില്ല ഇതിൽ മുകേഷ് ഉണ്ട്, മറ്റേ കക്ഷികളുണ്ട്, സിദ്ദിഖുണ്ട്, ഇങ്ങനെയുള്ള ഒത്തിരി ഇടത് വലത് സഹയാത്രികരുണ്ട്. ഇതിനകത്തൊരു കാര്യം കാണേണ്ടത്, ഈ സിദ്ദിഖിന്റെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നില്ല, ഈ പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നില്ല. MLA സ്ഥാനം വേണ്ടെന്ന് പറയുന്നില്ല. അയാളെ ചലച്ചിത്ര നൈരൂപീകരണ സമിതി കളയണമെന്നാ പറയുന്നത്. അതിൽ നിന്ന് കളയുന്ന അയാളെ വിദഗ്ധനല്ലേ. ചലച്ചിത്രത്തിനെ സംബന്ധിച്ച നയങ്ങള് രൂപീകരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതിൽ നിന്ന് കളയല്ല ചെയ്യണ്ടേ, MLA സ്ഥാനം കളയണ്ടേ, അതിനാ വാദിക്കാന്നറിയണ്ടേ. അപ്പുറത്തൊരു എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്, ഒരു വിൻസെന്റ് ഉണ്ട്. ഇത് കാരണം അവർക്ക് പറയാൻ വയ്യ. ഇതൊക്കെ ഒരു ഒത്തുകളിയാണ്. കാരണം ഈ കാര്യം വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ പോലും ഹൃദയം വല്ലാതെ അലിഞ്ഞുണ്ടോ. അപ്പൊ ഞാനിവിടെയാണ് ഇത്തരം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുക. ഞാൻ വോട്ട് പോലും ചെയ്യാറില്ല കുറെ നാളായിട്ട്. പഞ്ചായത്തിൽ ചെയ്യുക, അത് പരിചയമുള്ള പിള്ളേരും എല്ലാം നിൽക്കുന്നുണ്ട്. ബാക്കി ഇവന്മാരെല്ലാം കണക്കാണ്. പിന്നെ ഇവർക്ക് വേണ്ടിയൊക്കെ വാദിക്കാൻ ഇറങ്ങുന്നവർ അതിലും വലിയ ഗതികെട്ട കക്ഷികളാണ്. കുറെ അന്തിച്ചർച്ചക്കാർ വൈകിട്ടിരുന്നുകൊണ്ട് ഇത്തരത്തിലെ ചുമ്മാ തട്ടിവിടുക. അവന്റെയൊക്കെ ആ നീതിബോധം എന്തോ ഒരു സംഭവമാണ് ആ പറഞ്ഞു വിടുന്നത്. ഒരു കഴമ്പുമില്ല, ഒരു കാര്യമില്ല. പക്ഷെ ഒരു ആശ്വാസം ഇത്രേ ഉള്ളൂ, ഇവരെത്രയോ നമ്മൾ പറയുന്ന മാനവരിൽ മകോന്നതിനേക്കാളൊക്കെ എത്രയോ മികച്ച നല്ല മനുഷ്യരാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഓക്കെ, ബാക്കി പറ. എന്നോടുള്ള വിയോജിപ്പ് തുറന്നു പറയാം കേട്ടോ. മുഹമ്മദ് സാബ് പെരുമാറുമായിട്ടുള്ള ഡിബേറ്റിനെ കുറിച്ചുള്ള ചർച്ച അവിടെ വരെ ആ പുള്ളിക്കാരനായിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. നമ്മള് അതിന്റെ കുറെ നമ്മുടെ കൂട്ടുകാരായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറെ കണ്ടീഷൻസ് ഒന്ന് എഴുതി ഇട്ടിട്ടേ ഉള്ളൂ. ബാക്കി അതേപ്പറ്റി നമ്മുടെ ടോപ്പിക്ക് എന്തായിരിക്കണം, ഒരു 5 ടോപ്പിക്ക് നമ്മൾ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇതിന്റെ രീതികൾ, നടത്തിപ്പ് രീതി എങ്ങനെയാണ്, സ്ഥലം എവിടാണ്, ഡേറ്റ്, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിക്കണം. മുഹമ്മദ് സാബ് പെരുമാറിന്റെ പുതിയ പോസ്റ്റ് കണ്ടായിരുന്നോ? പുതിയ പോസ്റ്റ് കണ്ടില്ല. കണ്ടില്ലല്ലേ? ഞാൻ എന്താ പുതിയ പോസ്റ്റ് പറ? പുതിയ പോസ്റ്റില് പുള്ളിക്കാരൻ ഇത്തിരി അയോൺമൺ മട്ടിലാണ്. ഇവരുമായിട്ട് ഡിബേറ്റ് ചെയ്യണോ, ഇവര് കൂടുതൽ എന്താ പറയാനാ എന്നുള്ളൊരു മട്ടില്ല. ഞാൻ മെയിൽ അയക്കാം. നമുക്കിതൊക്കെ അറിയാം, എനിക്കൊന്ന് അയച്ചതാ. നമ്മൾ ഈ രോഗമൊക്കെ കണ്ടിട്ടുണ്ട്. അതേ, ഈസയ്ക്ക് മീതെ നല്ല സമ്മർദ്ദം ഉണ്ടാവും. കാരണം ഇതിന്റെ പ്രത്യേകത അവർക്കറിയാം. അതിന്റെ കൃത്യം എന്താന്ന് വെച്ചാൽ
എന്തുവാ, അവരൊരിക്കലും ഇത് വിൻ ചെയ്യില്ല. അവർക്ക് നമ്മളെക്കാൾ നല്ല അറിവുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇവരിവിടെയാണ് ഒരു ഡിബേറ്റ് സത്യസന്ധമായി നടത്തി വിൻ ചെയ്തേക്കുന്നത്. ഇവിടെ അത് നമ്മൾ മുഹമ്മദ് വേളം എന്ന സുഹൃത്ത് പോയിട്ട് ഒരു സാഹസിക പ്രവൃത്തി ഏതും പോരാത്ത രവിയന്തന്റെ അടുത്ത് ചെന്ന്, അതെന്തോ വിഷയം, മുഹമ്മദിന്റെ ധാർമ്മികത. ഇതൊക്കെ എടുക്കാവോ? ആ സാധനമായിട്ട് ചെന്നേച്ച് പൊതിരെ തല്ലും മേടിച്ച് തിരിച്ചു പോകും. അപ്പൊ ഇവർക്ക് ഇതറിയാം, ഇത് ക്ഷീണമാണ്. കാരണം മുഹമ്മദിന്റെ എന്തോ ധാർമ്മികത ചർച്ച ചെയ്യുന്നത്. ഇവർ ഏത് ലോകത്താണ്? ഇപ്പൊ തന്നെ ഈ അലിയാർ കാസിമി എന്ന് പറഞ്ഞ മഹാൻ ഹേമ കമ്മിറ്റിക്കെതിരെ അങ്ങോട്ട് ആഞ്ഞടിക്കുകയാണ്. ഇവരുടെ കൂടും പ്രതി ഒരു ലോക 1-ാം നമ്പർ ക്രിമിനലിനെ കൊണ്ടു നടക്കുക. അവരെ വാഴ്ത്തി പുകഴ്ത്തി പാലും തേനും കൊടുത്ത് എന്റെ ഹൃദയമാണ്, കരളാണ്, പാങ്ക്രിയാസാണ്, എന്റെ ഇങ്ങനെല്ലാം പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുക. മാണിക്യക്കൊട്ടത്തിലെ കൊട്ടാരത്തിലെ ചക്രവർത്തിയാണ്. കൂടും ക്രിമിനൽ, സമാനതകളില്ലാത്തൊരു ക്രിമിനലിനെ വാഴ്ത്തുക. എന്നിട്ടാണ് പാവം സിദ്ദീഖിനെയും മുകേഷിനെയൊക്കെ വിമർശിക്കുന്നത്. ഇത് എന്നെ അങ്ങ് വിട്ടേക്ക്, ബാക്കിയുള്ളവരെ ഞാൻ പറയും എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസരവാദമാണ് ഇസ്ലാമിന്റെ നീതിബോധം. ഇത് അവക്കാരന്റെ. അപ്പോൾ ഇവർക്കറിയാം എങ്ങനെ കളിച്ചാലും പരിക്കവിടെ വരും, ഏത് രീതി കളിച്ചാലും പരിക്കവിടെ വരും. അത് കറക്റ്റ് അറിയാം. അപ്പൊ ഒരു ആവേശത്തിന് അത് ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറയാൻ നിർബന്ധിതനായി അദ്ദേഹം. കാരണം നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞാല്, ഈ ഇത്രയും വർഷം പഠിച്ചിട്ട് ഈസ ഖുറാൻ പഠിച്ചില്ലേ? ഖുറാനിലെ ചോദ്യത്തിന് മറുപടി തരാൻ പറഞ്ഞപ്പോ ക്രൈസ്തവരുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോ ഈ ഇദ്ദേഹത്തിന്റെ കൂടുള്ള ചില ആൾക്കാരുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ അക്ബറുമായിട്ട് ഇദ്ദേഹത്തിന് പഴയ ബന്ധമൊന്നുമില്ല. അപ്പൊ സ്വന്തം നിലയിൽ ഒരു തല ഉണ്ടാക്കാനാണ് അങ്ങേര് ശ്രമിക്കുന്നത്. മുഹമ്മദ് ഈസയുടെ നീക്കം അങ്ങനെയാണ്. എനിക്കത് കൃത്യം ആഭ്യന്തരമായി കിട്ടിയ വിശ്വസനീയ അറിവാണ്. എന്റെ വഴിയൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അവരുടെ ഇത്തരത്തിൽ അദ്ദേഹം പോയിട്ട് വേറെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതില് പ്രവർത്തനമായിട്ട് പോവാണ്. അപ്പൊ അവരുടെ റിസോഴ്സ് പേഴ്സൺ ആണ് ഈ മുഹമ്മദ് ഈസ. നമുക്കൊരു കാര്യം അറിയാവുന്നേ, ഈ പൊതുവെ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറഞ്ഞാല് അവർക്കൊരു ഡിബേറ്റിനെ ഫേസ് ചെയ്യാനുള്ള നോളജ് ഇല്ല. അതിന്റെ കാരണം അവരിതിനെ വാഴ്ത്തിപ്പാടിയാണ് ശീലം. അതായത് മുമ്പേ പറഞ്ഞ നിക്കാമുത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ വാഴ്ത്തിപ്പാടുക. തിരിച്ച് ചോദ്യങ്ങളെ നേരിട്ട് ശീലമില്ല. ഇത് മ്ലേച്ഛമാണെന്നല്ല നിലയില് കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ക്രൈസ്തവർക്ക് ചോദ്യമുണ്ടെന്ന് ഇവർ ധരിക്കുന്നില്ല. ഇവര് കണ്ടതല്ല ഈ മുഹമ്മദിനെ പ്രശംസിച്ച കുറെ ക്രിസ്ത്യാനികളെയാ പണ്ട് കാലത്ത്. നമ്മളും അറിയാതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവർ പറഞ്ഞ എല്ലാം വിശ്വസിച്ച ആൾക്കാരിരിക്കുകയാണ്. ഈ മുഹമ്മദിനെ വാഴ്ത്തിയ ഏതൊരാൾക്കും പഠിച്ചിട്ടുണ്ടേ അറിയാം, ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണ്, ഇവരെ ഒന്ന് സൂചിപ്പിക്കാൻ പറയുന്നതാണ് എന്നറിയാം, ഏതൊരാൾക്കും അറിയാം. അപ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടു. വീഡിയോ കൊള്ളത്തില്ല, എന്റെ കൂട്ടുകാർ പറയത്തില്ലേ വണ്ടർഫുൾ, അല്ല എന്റെ ഫോട്ടോ ഇട്ടു, വീഡിയോ ഇട്ടു. ഓ സൂപ്പർ ഹാൻസം എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഹാൻസം ഇങ്ങനെ പറയത്തക്ക ഒരാളല്ലെന്നും, ഇത് 3-4 മക്കളും ഒക്കെ ആയിട്ട് ഞാൻ പ്രായപൂർത്തിയായ പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന എന്റെ ഫോട്ടോയുടെ അടി കൊണ്ട് ഹാൻസം ഇടുന്ന എന്തിനാന്ന് എനിക്കും അറിയാം, അവനും അറിയാം. ഒരു സന്തോഷം എന്ന് പറഞ്ഞോലേ ഉള്ളൂ. മാനോലിൽ മകോന്നതൻ ശ്രേഷ്ഠൻ, ഇങ്ങനെയൊക്കെ ഒരു പേരും ഒക്കെ എടുത്തിട്ടു, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതില് ഈസ ഇറങ്ങി തിരിച്ചു. അപ്പൊ ഈസ അവരുടെ റിസോഴ്സ് പേഴ്സൺ ആണ്. എന്നാൽ മറ്റവരെക്കാൾ ഈസയ്ക്ക് അറിയാം. അദ്ദേഹം കുറെ പഠിക്കാൻ ശ്രമിക്കും, കാരണം പിടിച്ചു നിൽക്കണമല്ലോ. അന്നാ പൊക്കൂ എന്ന് പറഞ്ഞ് ഈ കോൺഫിഡൻസ് കൊടുത്ത് ആളിനെ കളത്തിലിറങ്ങി. അപ്പോഴാണ് ഇവരിലെ മുതിർന്ന ആളുകളുണ്ട്, ഈസയോടൊക്കെ സഹകരിക്കുന്ന കുറെ കക്ഷികളുണ്ട്. ഇടപെട്ടിട്ട് പറയും അത് ഇന്ന കാര്യമുണ്ട്. ഇനി ഒരു ക്ലോസ് പറഞ്ഞ് ഒഴിവാകാൻ നോക്കുക. ഇതിൽ നിന്നൊരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. അതിനാ ഈ തീവ്ര വ്യവസ്ഥകളൊക്കെ, അതിനാ ഞാൻ ഈ വ്യവസ്ഥയൊക്കെ എഴുതിയിടാൻ തീരുമാനിച്ചത്. അത് കാണുന്ന പൊതുജനത്തിനറിയാം ഇതിൽ മോശം വ്യവസ്ഥയൊന്നും ഇല്ല. ഇവിടെ തന്നെ പറഞ്ഞേക്കാം, ഇത്രേ ഉള്ളൂ. അവർക്ക് ബൈബിളിലെ വിമർശനത്തിന് ഏത് ഗ്രന്ഥവും എവിടുന്നും എടുക്കാം, ലോകത്തുനിന്നും എടുക്കാം, പരലോകത്തുനിന്നും തെളിവെടുക്കാം, ഏത് പുസ്തകവും. കൂടെ അവർ കുറെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നോ, നോ പ്രോബ്ലം. ക്രൈസ്തവരായ ഞങ്ങൾക്ക് നിങ്ങൾ ഇന്നടത്തുനിന്ന് എടുക്കാവൂന്ന് യാതൊരു നിബന്ധനയില്ല. എവിടുന്നും എടുക്കാം, അപ്പോഗ്രഫിന്ന് എടുക്കാം. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ വീക്ഷണഗതി എന്നുണ്ട്, അത് റെഫ്യൂട്ട് ചെയ്യും. ഇതുപോലൊരു വിശാല സ്വാതന്ത്ര്യം എനിക്ക് ഖുറാനെ പറ്റി വേണ്ട. അപ്പോ ഇത്രയും ചെയ്യും. മുജാഹിദുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഇവർ അതിനകത്ത് വേണ്ട എന്ന് പറയാൻ എങ്ങനെ പറ്റും? ഇപ്പൊ ഇദ്ദേഹം പറയാ എനിക്കൊന്നും വേണ്ട, പെന്തക്കോസ്തവകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലെ പ്രൊട്ടസ്റ്റന്റുകൾ പൊതുവെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കൊടുത്തോട്ടത്തിനെതിരെ ഞങ്ങൾ എടുക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയണ എനിക്ക് പേടിയുണ്ടെന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? മുജാഹിദുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതെടുക്കും, തഫ്സീർ എടുക്കും, അതില് ഖുറാൻ എടുക്കും, മറ്റേ എന്താ പറയുക, ഈ ഹദീസുകൾ എടുക്കും, സീറ എടുക്കും,
അവര് പറയുന്ന അവരുടെ ആളുകൾ എഴുതിയിട്ടുള്ളത്. ഇത് കറക്റ്റ് എടുക്കും. രണ്ടാമത്തെ കാര്യം ഇതിലുള്ളത് വിഷയാവതരണം. അവർക്ക് എനിക്ക് ഒരേപോലുള്ള സമയം, ആദ്യം വേണേ പറയാം, അവസാനം വേണേ പറയാം, അതൊന്നും ഇല്ല. അത് ടോക്കൺ ഇട്ട് അങ്ങ് തീരുമാനിക്കാം, അങ്ങനെ മതി. പിന്നെന്താണ്, ഇനി ഇവർക്ക് ഏതെങ്കിലും ഭാഗം വേണ്ട, ഇനി മുജാഹിദ് പറയുന്നല്ല എടുക്കണ്ട എന്നുണ്ടെങ്കിൽ അവരൊരു ഡിക്ലറേഷൻ ലെറ്റർ പാഡിൽ എഴുതി തരണം, അത് ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരു കൃതി അല്ല, അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സംഭവം ഇല്ല, നമ്മൾ എടുക്കുകയില്ല. അത് രഹസ്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ലെറ്റർ കെട്ടിൽ എഴുതി തരണം, ഞങ്ങൾക്ക് അത് വിശ്വാസപരമായി ഉൾക്കൊള്ളാൻ പറ്റിയൊന്നും അല്ല, അത് അത് അംഗീകൃതമായ സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എടുക്കുകയില്ല. ഉദാഹരണം ഹദീസ് എടുക്കുക, അത് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. ഇനി മുഹമ്മദിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന കാര്യം അവർക്ക് വിഷമമുണ്ടെങ്കിൽ തഹരീം എന്ന് പറയുന്ന 66 അധ്യായവും 33 അധ്യായം എടുക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണം എന്നോട്, അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതും എടുക്കുന്നില്ല. ഇതിപ്പോ വർഗീസാമൂലൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല ഞാൻ ഈ എന്ന് പറയുന്ന നിബന്ധന. അപ്പൊ ഞാൻ ഇതിപ്പുറം ലിബറൽ ആകാൻ പറ്റുമോ സഹോദര? ഞാൻ വേറെ ആരും ചെയ്യാത്ത, ഇവരാരും ചെയ്യാത്ത ഒരു വിശാലമായ എന്താ പറയുന്നത് കാഴ്ചപ്പാട് അങ്ങോട്ട് വെച്ചേക്കുന്നത്. ഇത് കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇവരെ എന്തുകൊണ്ട് വരുമെന്നും എങ്ങനെ പറയും. ഇവര് പഴയ നിയമത്തിലെ കുറെ കഥകൾ എടുത്തിട്ട്, സംഭവങ്ങൾ എടുത്തിട്ട് ഒരു ദുർവ്യാഖ്യാനം നടത്തി അതിനെല്ലാം യേശു പെർമിറ്റ് ചെയ്തോ എന്നാ ചോദിക്കാൻ പോകുന്നത്. വരട്ടെ, നോ പ്രോബ്ലം, ഇത്രേ ഉള്ളൂ. അപ്പൊ വ്യാഖ്യാനിച്ച് ഇവർക്ക് ഒപ്പിക്കണേ, എനിക്ക് നേരിട്ട് പറയാം, ഇതേ ഉള്ളൂ സംഭവം. അപ്പൊ ഇതാണ് ഫൈനൽ. ഇത് അവര് വരുമെന്നൊന്നും ഞാനും കരുതുന്നില്ല. പിന്നെ നമ്മളും അവര് ഒരുപോലല്ലോ, വാക്ക് പറഞ്ഞാൽ നമുക്ക് വർഗീസാമുൽ പറഞ്ഞ പോലെ വാക്കായിരിക്കണം, ആ നിർബന്ധം നമുക്കുണ്ട്. അത് ക്രിസ്ത്യാനി അതിന്റെ പേരിലൊന്നും അല്ലെന്നേ, നമ്മൾ മനുഷ്യരാണ്. അദ്ദേഹം പറഞ്ഞ എന്റെ കറക്റ്റ് കാര്യം. നമ്മൾ നല്ല ഇതെല്ലാം പറയുമ്പോഴും മുഹമ്മദ് ഈസ നല്ല കുടുംബത്തിൽപ്പെട്ട ആളാണ്, അങ്ങനെ വാക്ക് പാലിക്കും തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബാക്കി പിൻതലമുറക്കാരും കൂടെ നിന്ന് ഈ പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളെയും എങ്ങനെ പിന്തിരിപ്പിക്കുമെന്ന് അറിയാൻ വയ്യ, അത് കാണാം. മുഹമ്മദ് ഈസ അവരെ പേടിച്ച് വരാതിരിക്കുവോ വാക്ക് പാലിക്കുവോ അത് കണ്ടറിയണം. ഇനി എന്താണെങ്കിലും അത് വിഷയമായിട്ട് വരും, കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര റൂം ഇനിയും വരും നിങ്ങൾക്ക് തന്നെ അറിയാം. വന്നാൽ അതിനെപ്പറ്റി റൂം, വന്നില്ലേ അതിനെപ്പറ്റി വേറെ റൂം. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ ഓർത്തപ്പോ ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ ഞങ്ങളെ വിളിക്കാതെ പോയ, എല്ലാ കുടുംബ പ്രശ്നത്തിന്റെ പേരില് വിളിക്കാതെ ഒരു ടീമിനെ നമ്മുടെ കാർന്നൂർ വിളിച്ചു കല്യാണത്തിന്. പിണങ്ങിയൊന്നും ഇരിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പൊ കൊച്ചപ്പൻ വന്നിട്ട് പറഞ്ഞു, അവര് വന്നാൽ അവർക്ക് തെറി, നീ അവര് വന്നില്ലെങ്കിൽ നിനക്ക് തെറി, നീ പോയി വിളിച്ചിട്ട് അവർ വന്നില്ലല്ലോ. ചുരുക്കി പറഞ്ഞ എങ്ങനെ പോലും ജീവിക്കാൻ അനുവദിക്കുകയില്ല. അവരിവിടെ വന്നാല് അവർക്ക് തെറി. അങ്ങനെ ചില പുള്ളികൾ വീട്ടിൽ കാണുമല്ലോ, നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. അപ്പം അവര് വന്നില്ലേ, നീ ഞങ്ങൾ ആരും അറിയാതെ പോയി അവരെ വിളിച്ചതിന്, നീ വിളിച്ചിട്ട് എന്താണ് അവർ വരാഞ്ഞെന്ന് ചോദിച്ചു, നിനക്ക് തെറി. ചില പുള്ളികൾ ഇങ്ങനെയാണ്. ഇങ്ങനെ ചില ആളുകൾ ഉണ്ടായിപ്പോയാൽ രക്ഷയില്ല. മുഹമ്മദിനെ കൊണ്ട് ഡിബേറ്റിനിറങ്ങിയാലുള്ള ഗുണം ഇതാണ്, വന്നാ വിഷയം, വന്നില്ലേ വിഷയം. പാവം മുഹമ്മദ് ഈസ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഈ ചെറുക്കന് എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ച പോരെ? വെറുതെ ഇനിയും പോട്ടെ, പോയ വഴിക്ക് പോയാൽ പോരായിരുന്നു. വെറുതെ മെക്കിട്ട് കയറാൻ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞോ, ആരോ എന്തോ പറഞ്ഞു വന്നു, ഞാൻ ഓർത്തപ്പോ പറഞ്ഞാണ്. ചെകുത്താനും കടലിൽ നടുക്ക് വെട്ടെന്ന് പറഞ്ഞാൽ കോഹനം ഒരു കമന്റ് കണ്ടു, ഈ കുടിത്തോട്ടമല്ലേ പറഞ്ഞത്, പഴയ നിയമത്തിലെ വൃത്തികേടെല്ലാം ജീസസ് ആണ് പറഞ്ഞത് എന്ന്. പ്രയാസമായി സമ്മതിച്ചു, വല്ലാത്ത തൊലിക്കെട്ടി. ഞാനെങ്ങും പറഞ്ഞിട്ടില്ല, അങ്ങൊരു പദം പോലും പറഞ്ഞില്ല. അത് ഈസയുടെ ഓരോ വ്യാഖ്യാനം, അവിടാ നിങ്ങളുടെ പരാജയം. സുഹൃത്തെ സോഹനെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കാര്യം എന്താണെന്ന്. ഈ പഴയ നിയമത്തിൽ മനുഷ്യൻ ചെയ്ത തെറ്റുകളുണ്ട്, അത് ദൈവത്തിൽ ആരോപിക്കാൻ പാടില്ല. പിന്നെ ദൈവം അവരോട് ക്ഷമിച്ചു പോട്ടെ എന്നുള്ള ക്ഷമ അത് കൊടുക്കാമല്ലോ ദൈവത്തിന്. ഉദാഹരണം, നോഹ വെള്ളം അടിച്ചിട്ട് കിടന്നു, അത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ പറയാം അയാൾ തെറ്റ് ചെയ്തായിട്ട് സമ്മതിച്ചു. അയാൾ തെറ്റായിട്ട് ഞാൻ എന്തിനാ സമ്മതിക്കുന്നത്? തെറ്റ് തെറ്റാണ്, നിങ്ങളുടെ കുഴപ്പം അതാ. മുഹമ്മദ് ഏത് തരികിട കാണിച്ചാലും നിങ്ങൾ വാഴ്ത്തി പാടിക്കൊണ്ട് അവിടെ ഇരിക്കുക. അതല്ലേ
ഹാരിസ് മദനി പറയുന്നത്, തിരുനബിയുടെ കിടക്കയിൽ അല്ല, ഹഫ്സാ ബീവിയുടെ കിടക്കയിൽ തിരുനബി മാര്യത്തിൽ ബീബിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഈ വൃത്തികേടിനെ ഇങ്ങനെ പൂവടിച്ച് സൂഹിക്കാനൊന്നും പറ്റില്ല. നോഹ അല്ല ഇനി അങ്ങനെ വല്യപ്പം കാണിച്ചാലും ഞങ്ങൾ കാര്യം പറയും. കാരണം മനസ്സിലായോ? അത് അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ യേശുവിനാകുന്നതെന്ന് ഞാൻ എവിടെ സമ്മതിച്ചെന്നാ? എനിക്ക് പറഞ്ഞ നല്ല ബോധമുണ്ട്, നല്ല വിവേകമുണ്ട്. മനസ്സിലായോ? എവിടെ എന്തോ പറഞ്ഞത്. അത് നിങ്ങൾ കയറി വന്നിരി, ഇവിടെ വന്നിട്ട് ചോദിക്കുക. ഈ കാര്യം കയറി വന്നെന്ന് ചോദിക്കാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ ഞാൻ മറുപടി പറയാം. ഞാൻ പോയിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞത് അവിടെ നടന്ന സംഭവങ്ങളല്ല യേശുവിന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞില്ല. എന്നാൽ ദൈവം അനുവദിച്ച കാര്യങ്ങളുണ്ട്. 2-3 രീതിയിൽ എന്നെ കാണുന്നത്. 1 ദൈവത്തിന്റെ കൽപ്പന, 2 ദൈവം മനുഷ്യന്റെ തെറ്റുകളെ ക്ഷമിച്ചത്, 3 അരുത് എന്ന് പറഞ്ഞത്. അത് 3 കാര്യമാണ്. അരുതെന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്ത തെറ്റുകളെ ക്ഷമിച്ചത്, തെറ്റിനെ തെറ്റായി കാണുന്നു. അത് വ്യത്യസ്തമാണ്. ബൈബിളിന്റെ വീക്ഷണം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വന്ന് ചോദിച്ചാൽ പറയാം. നിങ്ങൾക്കിത് പഠിക്കാനൊന്നും അല്ല ഇത്. ഇനി നിങ്ങൾ ഇതെല്ലാം ചോദിക്കുക, ഞങ്ങളുടെ തോന്നുന്നു ചോദിക്കുക. നിങ്ങൾ ഇത്രയും ചോദിച്ചാൽ മുഹമ്മദ് ഡീസന്റ് ആവുമോ? നിങ്ങൾ എന്തോ കാണിച്ചാൽ മുഹമ്മദ് ഡീസന്റ് ആവും? എങ്ങനെ നിങ്ങൾക്ക് മുഹമ്മദിനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും? എന്ത് വെക്കാം? അന്തസ്സുള്ളവൻ മുഹമ്മദിന് വേണ്ടി ജാമ്യം എടുക്കാൻ വരുമോ? സ്ത്രീ പീഡകന് വേണ്ടി? പോലെ ചില രാഷ്ട്രീയക്കാരുണ്ട്, അവര് ഉരുതപ്പെട്ട കേസെല്ലാം പിടിക്കും, തല്ലും തടക്കം, പിള്ളേരെ ഇതിന്നോല അവരെ ഇറക്കി വിടാനൊക്കെ പറയും. പക്ഷെ എവിടെങ്കിലും രാഷ്ട്രീയക്കാര് മാന്യന്മാര് ഈ പെണ്ണുപിടിയനെ ഇറക്കി കൊണ്ടുവരാൻ കൂടുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൂടത്തില്ല. അപ്പോഴേ എസ് ഐ തന്നെ പറയാം, എന്റെ സാറേ നിങ്ങളൊക്കെ മാന്യന്മാരാ, ഇവൻ കാണിച്ച പണി ഒരു രക്ഷയില്ല സാറേ, FIR ഇട്ട് പോയി സാറേ, രക്ഷയില്ല. ഇത് രേഖ ബുക്കാരിയെല്ലാം കൂടി FIR ഇട്ടിരിക്കുകയാണ്. മനസ്സിലായി? കേസെടുക്കുന്നവരെ നാട്ടുകാർ തന്നെ കൊല്ലും. പിന്നെ എന്താ ഈ പറയുന്നേ? ബുക്കാരി എഴുതി വെച്ചിരിക്കുകയാണ്. ബുക്കാരി മുസ്ലിം കൂടെ ഇതുപോലെ പണി കൊടുത്തിട്ട് 200 കൊല്ലം കഴിഞ്ഞ് മനുഷ്യൻ ജീവിച്ച തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു വന്ന് മുഹമ്മദിന്റെ ചരിത്രം ചേകഞ്ഞ് വൃത്തികേടുകൾ എഴുതി അങ്ങോട്ടങ്ങ് വെച്ചിരിക്കുകയാണ്. മുഹമ്മദ് ഈസയുടെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിലെ പരാജയം സമ്മതിച്ചു പോന്നാൽ മതി. നിങ്ങൾ പ്രാർത്ഥിച്ചു വിട്ടോ, അന്നിരുന്നുകൊണ്ട് ജൽപ്പനങ്ങളും ഈ അറബിയെല്ലാം പരമാവധി പാടിക്കണം. ഈ ഡിബേറ്റിന്റെ അന്ന് ഈ അറബി പാടി പരമാവധി ആനന്ദിച്ച് വിട്ടോണം. അറബി മാത്രം അറിയാവുന്ന കാട്ടറബി ദേവനോട് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തി വിട്ടോ, ഞങ്ങൾ കൈകാര്യം ചെയ്ത് വിട്ടേക്കാം. കാട്ടറബി ദേവൻ ഓടുന്ന വഴിക്ക് പുല്ല് കളിക്കുകയില്ല, വിട്ടേക്കിങ്ങോട്ട്. വരത്തില്ല പാസ്റ്റർ, മുഹമ്മദ് ഈസ ഒന്നും വരത്തില്ല. അവൻ ആകെ ഒരു നിക്കറേ ഉള്ളൂ, അതും കൂടെ പാസ്റ്റർ ഊരി എടുക്കും. ആ DP കണ്ട എന്റെ, അതാണ് ഇപ്പൊ അവന്റെ അവസ്ഥ. എന്റെ DP ആകെ ഒരു നിക്കറേ ഉള്ളൂ, അതും കൂടെ പാസ്റ്റർ ഊരി എടുക്കും. ഉള്ളൂ, അതുകൂടെ കളയാൻ വയ്യെന്ന്. താഴെ ഒരു സോഹൻ ഇരുന്ന് ചാറ്റില് എന്തൊക്കെയോ പറയുന്നുണ്ട്, കൊടുത്തോളം പാസ്റ്റർ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ. സോഹൻ കയറി വരുന്നുണ്ടെങ്കിൽ പാസ്റ്ററായിട്ട് സംസാരിക്കാം. ഇപ്പൊ ഇവരുടെ ധൈര്യം കാണിക്കും. ഇത്ര ആത്മാർത്ഥയോടെ പറയാൻ കഴിവുള്ള ആളല്ലേ. വായും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, ഇങ്ങോട്ടൊന്ന് കയറിയോ? ആണത്തം ഉണ്ടെങ്കിൽ കയറിവാ. ഏതായാലും നിങ്ങൾക്ക് വാ തന്നിട്ടുണ്ട്, പറയാനറിയാം. ആ എഴുതുന്ന കാര്യം ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറയാം. ഇല്ലേ മിണ്ടാതിരി. ഒരു സാമാന്യമായൊരു യുക്തിയും ബോധമൊക്കെ ഉണ്ട്. അതേ വന്നിട്ടുണ്ട്, വാ. സോഹൻ പറഞ്ഞോ. അല്ല, പാസ്റ്റർ പരത്തി പറഞ്ഞതില് കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കുറെ കാര്യങ്ങൾ ഞാൻ പാസ്റ്റർ പറഞ്ഞതിനെതിരായിട്ടുള്ളതൊക്കെ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിലെ സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞതും, അല്ലെങ്കിൽ ഞാന് ലാസ്റ്റിലിട്ട ആ പോയിന്റ് കൊടുത്തോട്ടം പാസ്റ്ററുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനെതിരായിട്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഇതൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഞാനത് എഴുതി വെച്ചത്. കുടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞിട്ടില്ല എന്ന് കുടിത്തോട്ടം പാസ്റ്റർ പറയാൻ പറ്റുമോ? അതായത് പഴയ നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും യേശു തന്നെയാണ് ചെയ്യിച്ചത് എന്ന് കുടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിത് ഇപ്പൊ ഇവിടെ പ്ലേ ചെയ്യും. എവിടെയും പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ ഒത്തിരി കാര്യമുണ്ട്, അതെല്ലാം യേശു ചെയ്താന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് പറയാം. നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാനത് പ്ലേ ചെയ്തിട്ട് പറഞ്ഞോളൂ ആണെങ്കിൽ. പാസ്റ്റർ പറഞ്ഞോ മതി. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഈ യഹോവയും പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെ, ഇപ്പൊ കേൾക്കത്തില്ലേ? കേൾക്കാമല്ലോ.
കേക്കാവോ? കേൾക്കാം. കേൾക്കാം. പറഞ്ഞോ, കേൾക്കാം. എന്നോട് ചോദിച്ച ചോദ്യം പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവും ഒരാളാണോ? ചോദ്യം 1. ഉത്തരം: പഴയ നിയമത്തിൽ യേശുവിനെ യഹോവ എന്ന് വിളിക്കുന്നുണ്ട്. യെശയ്യാ 50 അതുപോലെ തന്നെ യെശയ്യാ 53 പിന്നെ സക്കറിയ 12 യഹോവ ഓൾറെഡി പിതാവിന്റെ പേര് തന്നെയാണ്. യഹോവയുടെ റൂഹയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പുത്രന്റെ ഇടപെടലും പിതാവിന്റെ ഇടപെടലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും ഉണ്ട്. അത് സന്ദർഭം നോക്കിയാണ് മനസ്സിലാക്കേണ്ടത്. തൊട്ടുപുറയിൽ കാണും ആരാണ്. ഇനി പഴയ നിയമത്തിൽ പറയുന്ന യുദ്ധങ്ങളുണ്ട്, പഴയ നിയമത്തിൽ പറയുന്ന യുദ്ധാനന്തര കാര്യങ്ങളുണ്ട്. ഇതിൽ യേശുവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഉണ്ട്. യേശുവിന് അങ്ങനെ റെസ്പോൺസിബിലിറ്റി ചെയ്യാതിരിക്കുന്നേ? ഇനി അതില് ഈശ കുറെ കൂടെ കാര്യങ്ങൾ ചേർത്തിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ പൗലോസിന്റെ കാര്യമാണ്. അതിൽ ഞാൻ എന്തോ ദുഃഖിച്ചെന്നൊക്കെയാണ്. എന്റെ ദുഃഖമൊക്കെ അളക്കുന്ന അളവുമാവിനി എങ്ങനെ കിട്ടിയെന്നൊരു പിടിയില്ല. ഞാനെന്തിനാ ദുഃഖിക്കുന്നത്? പൗലോസ് ഇതുപോലെ 6 വയസ്സുകാരിയുടെ പുറകെ നടക്കുമായിരുന്നു. 65 വയസ്സുള്ള സൗദയും കൊണ്ട് നടക്കാറുണ്ട്. ഞങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് ദുഃഖിക്കണ്ടേ? അല്ല വേറെ ഒരാൾ അഭിപ്രായം പറഞ്ഞാ ദുഃഖിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അതിനാണ് പറയുന്നത് നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കണം. അപ്പൊ ക്ലിയർ ആക്കിപ്പോ ഒരാൾ എന്താണ് പറയുന്നത്. നിങ്ങളുടെ ആശയം എന്റെ മീതെ തിരികരുത്. അത് മര്യാദയല്ല. പിന്നെ നിങ്ങളിൽ ആ മര്യാദയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞു വെച്ചാൽ പഴയ നിയമത്തിലെ മുഴുവൻ കാര്യങ്ങൾക്ക് യേശുവിനാണ് ഉത്തരവാദിത്വം. അങ്ങനെയല്ലെന്നേ. പഴയ നിയമത്തിൽ നോഹ വെള്ളമടിച്ച വചനം കിടപ്പുണ്ട്. അത് യേശുവിനാണ് ഉത്തരവാദിത്വം. നോഹയ്ക്കോ ഉത്തരവാദിത്വം. ലോത്ത് പെൺമക്കളോടൊത്ത് ശയിക്കുന്നു. അതങ്ങനെ യേശുവിനോ യഹോവയ്ക്കോ പിതാവിനോ അല്ല, ആ തെറ്റ് ചെയ്തവനാ ഉത്തരവാദിത്വം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഞാനും നിങ്ങൾ ഏത് തെറ്റ് ചെയ്താലും അള്ളാഹുവിനാണ് ഉത്തരവാദിത്വം. പുള്ളി ജയിക്കുന്ന എഴുതിയിട്ടുണ്ട് ഖുറാനിൽ കറക്റ്റ്. അത് ഞാൻ വേണേ വചനവും തരാം. അപ്പൊ അത് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾക്ക് തരത്തേ ഉള്ളൂ, വചനം തരത്തേ ഉള്ളൂ. സകല കാര്യങ്ങളും അള്ളാഹു അറിയുന്നു. സകലതും അള്ളാഹു ആണ് ഒരാളെ അവിശ്വാസിയാക്കുന്നത്. അള്ളാഹു ആണ് വഴിപിഴപ്പിക്കുന്നത്. അത് മൊത്തം പഴയ നിയമത്തിലെ നല്ല. ലോകത്തിൽ ഹിറ്റ്ലർ, മുഹമ്മദ്, മറ്റേ മുസോളിനി ഇങ്ങനെ ചെയ്ത സകല ദുഷ്ടന്മാരും ചെയ്തതിന്റെ ഉത്തരവാദി ആരാണ്? അള്ളാഹു ആണ്. മുഹമ്മദിനെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യത്യാസം അതാണ്. മനസ്സിലായില്ലേ? ചോദിച്ചു. ഓക്കെ. കൊടുത്തോട്ടും പാസ്റ്റർ പകുതി കാര്യങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യേശുവിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. പഴയ നിയമത്തിലുള്ള എല്ലാ കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. ഇല്ല. പഴയ നിയമത്തിലെ എല്ലാ കൊലപാതകത്തിലും ഇല്ല. കൊല വേറെ, പാതകം വേറെ, രണ്ടായിട്ട് കാണണം. അതായത് രാഷ്ട്രീയപരമായി നടക്കുന്ന ആക്ഷൻ ഉണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. തിരുത്തിട്ട് തരാം. അതായത് അല്ലല്ല ഇത് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലാത്ത പറയുന്നത് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ച് തീരില്ല. ഈ ഒരു കാര്യത്തിൽ തന്നെ പാസ്റ്റർ 1/2 മണിക്കൂർ സംസാരിക്കും. അപ്പം ബേസിക്കലി ഞാനത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊടിത്തോട്ടം പാസ്റ്റർ ആ വീഡിയോയില് വളരെ കൃത്യമായിട്ട് അമാലേക്കരെ കാര്യം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അമാലേക്കരെ കാര്യം, എന്താണ് അമാലേക്കരെ കൊണ്ട് ഈ ഇസ്രായേലിയർ ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അവിടെയുള്ള മിണ്ടാപ്രാണികളെ പോലും കൊന്നുകളഞ്ഞു. കുട്ടികളെ മാത്രമല്ല, മിണ്ടാപ്രാണികളെ പോലും കൊന്നുകളഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതില് യേശുക്രിസ്തുവിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തായാലും വേറെ എന്ത് കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമുള്ളത്? അങ്ങനെയല്ലല്ലോ. അപ്പം ഈ രണ്ട് മൊറാലിറ്റി നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇസ്ലാം നമ്മളെങ്ങനെ പൊതുവെ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ദൈവം ഒരാളെ പ്രവാചകനായിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ ആയിട്ട് തെരഞ്ഞെടുക്കുമ്പം അത് ഒരു നല്ല വ്യക്തിനാണ് തെരഞ്ഞെടുക്കുന്നത്. അല്ലാതെ വെള്ളടിച്ചിട്ട് സ്വന്തം മക്കളെ കൂടെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കൂടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിനെ ഒരിക്കലും ദൈവം തെരഞ്ഞെടുക്കില്ല. അത് നിങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എഴുതി വെച്ചത് തെറ്റാണ്. അത് ദൈവത്തിന്റെ പ്രവാചകനല്ല. അത് എങ്ങനെയാണ് ഒരു പ്രവാചകൻ അങ്ങനെ ആവുന്നത്? അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. തന്റെ ഒരു പടയാളി യുദ്ധത്തിന് പോകുമ്പം ആ പടയാളിയുടെ ഭാര്യയെ പ്രാപിക്കുന്നവൻ എങ്ങനെ പ്രവാചകനാവുന്നത്? അങ്ങനെയാണ്. ഇത്രയും ഒരു എന്താണ് മനസ്സിന് ശക്തി ഇല്ലാത്ത ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഇസ്രായേലിയരുടെ കൂട്ടത്തിലുള്ളത്. അങ്ങനെയല്ല. അത് നിങ്ങൾ എഴുതി വെച്ച തെറ്റാണ്. ആ ബൈബിളിന്റെ ഭാഗം തെറ്റാണെന്ന് പറയാം. എന്നിരുന്നാലും നമ്മൾ മുഹമ്മദ് നബിയുടെ പ്രവൃത്തിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഹദീസിൽ കാണാം, ഇറ്റ് ഈസ് നറേറ്റഡ് ഫ്രം ഇബ്നു ഉമർ. കൊടിത്തോട്ടം പാസ്റ്റർ തലേക്കുമ്പോ വാലാടല്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യും. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഞാനവിടെ താഴെ കേട്ടോണ്ടിരിക്കുകയാണ്. No, you cannot talk now. No, you cannot talk now. Please mute.
ഐ ടുക്ക് ദ പെർമിഷൻ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഒരു അവകാശമില്ല. ഞാൻ അതിനുള്ള ഗ്രേസ് ചാറ്റ് വായിക്കുക, സ്ത്രീകൾ വീട്ടിൽ പോയി സംസാരിക്കുക. പറ്റില്ല, സ്ത്രീകളെ ശബ്ദം ഇവിടെ പറ്റില്ല. ഞാൻ ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്നത്. ഈ സംഭാഷണത്തിന്റെ ഒരു മര്യാദ. സംസാരിക്കട്ടെ. അനിൽ പാസ്റ്റർ, സ്ഥിരമുള്ള ഒരു പരിപാടി തന്നെയാണ്. ഒരാളെ സംസാരിക്കാൻ വിടാതെ പാസ്റ്റർ നല്ല മര്യാദ താങ്ക് യു. ഇല്ല ഞാൻ പറയുന്നില്ല. ഞാൻ അതിനൊരു നന്ദി പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഹദീസിൽ നമുക്ക് വായിച്ചാൽ കാണാം, ഇറ്റ് ഈസ് നറേറ്റഡ് ഫ്രം ഇബ്നു ഉമർ that a woman was found killed in one of these battles. So messenger of Allah said, forbade the killing of women and children. കുട്ടികളെയും സ്ത്രീകളെയും യുദ്ധത്തിൽ കൊല്ലുന്നതിനെ വിലക്കിയിരിക്കുകയാണ് മുഹമ്മദ് നബി അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താണ് പാസ്റ്റർ അവിടെ പറഞ്ഞിരിക്കുന്നത്? അമാലേക്കരുടെ യുദ്ധത്തെ ന്യായീകരിച്ചതാണ്. അവിടെ ഒരിക്കലും അങ്ങനെ പാസ്റ്റർ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാണ് അമാലേക്കര് യുദ്ധം ഈസനബിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നില്ല, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഓക്കെ, നമുക്കതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ മറുപടി പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നിങ്ങൾ വിശ്വസിക്കണ്ട. മുഹമ്മദ് വിശ്വസിച്ചിട്ടുണ്ട്, അങ്ങനെ മിണ്ടിയിട്ടില്ല ഒരക്ഷരം എതിരെ. അള്ളാഹ് വിശ്വസിച്ചിട്ടുണ്ട്, ഒരക്ഷരം എതിരെ മിണ്ടിയിട്ടില്ല. അള്ളാഹിക്കും മുഹമ്മദിനും ഇല്ലാത്ത ആത്മാർത്ഥത നിങ്ങൾക്ക് കണ്ടതിൽ അത്ഭുതം. ഈ പുള്ളി കണ്ടതാണല്ലോ, ഉമർ വായിച്ചു കേൾപ്പിച്ചാണ് ഇതെല്ലാം. അല്ലേ അത് കള്ളവാന്ന് വരും. ഇദ്ദേഹത്തിന് തോറ എന്താണെന്നറിയാമല്ലോ. തോറയിലും നബീമിലും കെത്തുബിലും പറഞ്ഞ കാര്യം ഇരുന്ന് കേട്ടു എന്ന് പറഞ്ഞ ഒടുക്കത്തെ പ്രവാചകൻ ഇത് അറിഞ്ഞില്ല, നിങ്ങൾക്ക് വിമർശിക്കാൻ വേണ്ടി വിട്ടു തന്നു എന്ന് പറയുന്നിടത്തോളം അബദ്ധം വേറെ ഇല്ല. നിങ്ങൾ മുഹമ്മദിനെ ചെറുതാക്കി കാണിക്കുന്നു. ചെറുതാണ് പുള്ളി, അത് വേറെ കാര്യം. ഒരു വിധത്തിലും സോഹന്റെ കാഴ്ചപ്പാടുകളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ധാർമ്മികതയോടോ ഒപ്പം മുഹമ്മദ് വരില്ല. അതതിലെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഇവിടെ എന്താ പറഞ്ഞത്? യുദ്ധത്തിൽ പോയിട്ട് കൊല്ലാം എന്നല്ല അവിടെ കാണുന്നത്. അമാലേക്കൈറ്റ്സ് ഇത് അവരുടെ രാജ്യം, ഇസ്രായേലിന്റെ ഇടയിലുള്ള അമാലേക്കൈറ്റ്സിനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാനാണ് യുദ്ധമല്ലത്. അവരിങ്ങോട്ട് കയറി യുദ്ധമൊന്നും ചെയ്യില്ല, മൊത്തം നീക്കിയേക്കാനാ പറയുന്നത്. നീക്കാൻ പറയുന്ന ആരോടാ? അവര് അൺവാണ്ടഡ് ആയ ഒരു കമ്മ്യൂണിറ്റി ആയി നമ്മുടെ ഇടയിൽ കിടക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തിലേക്ക് ബംഗ്ലാദേശുകാർ നുഴഞ്ഞു കയറുക. ഇപ്പൊ നമ്മൾ കൊല്ലത്തൊന്നുമില്ല. അപ്പോ പഴയ കാലത്താണ് അവരോട് പറയാ വാണിംഗ് കൊടുത്തിട്ട് പിന്നെ നിന്നില്ലേ വെട്ടുക, അടുത്ത പരിപാടി ഒഴിവാക്കാൻ പറയാണ്. അവരെ കന്നുകാലിയും കാളയെല്ലാം കൊല്ലാൻ പറയുന്നത്. ഇതിന്റെ കാരണം അവർക്കിടയിൽ വ്യാപരിച്ച ഊർവരതാ പൂജ, അതായത് പണ്ട് കുറേശികൾക്കൊക്കെ ഇടയിൽ ഉണ്ടായിരുന്ന തരത്തിലെ ലൈംഗികമായ ചേഷ്ടകളായിരുന്നു അവർ ആരാധന. അത് നിമിത്തം സ്പ്രെഡ് ചെയ്ത രോഗങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഉണ്ട്. അത് മൊത്തം കൊന്നേക്ക്, ഇനിയും പോട്ടെ. അതെന്തിനാണ്? ഈസായുടെ തലയ്ക്ക്, ഞങ്ങൾ ഈസ അല്ല, യേശു ക്രിസ്തു, യേശുവിന്റെ തലയെ കെട്ടിവെച്ചല്ല. അപ്പൊ ദൈവം ഇങ്ങനെ പറയുമ്പം അടുത്തൊരു കാര്യം കൂടെ, ഇന്നും യേശു അല്ലെങ്കിൽ ദൈവം ഒത്തിരി കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ ആഴ്ച കൊന്നില്ലേ ഒത്തിരി കുഞ്ഞുങ്ങളെ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? RCCയിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇന്നും മരിച്ചില്ലേ, അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവത്തിന് പരമാധികാരമുണ്ട്. ഒരാളിനെ, ഒരു കൃഷിക്കാരൻ അയാളുടെ തോട്ടത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട വൃക്ഷം അല്ലെങ്കിൽ വസ്തു പറിച്ചെടുക്കും പോലെ എന്നെ നിങ്ങളെയൊക്കെ പറിച്ചെടുക്കാൻ, കുഞ്ഞാണെങ്കിലും ഗർഭസ്ഥ ശിശുവിനെ ഒക്കെ എടുക്കാനുള്ള അധികാരമുണ്ട്. അതിനകത്തെന്താ വേറെ പ്രശ്നം കിടക്കുന്നത്? ദൈവം ചെയ്യാൻ പറഞ്ഞേ ചെയ്തോണം. അത് ആരോടാ പറയുന്നത്? ദൈവം ചെയ്യാൻ പറഞ്ഞത് രാജാവിനോടാണ്, അല്ലെങ്കിൽ വഴിയെ പോകുന്ന മനുഷ്യരോടല്ല. അവിടെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഞാൻ പോയിട്ട് ഇന്ന് ചെയ്യാൻ പറഞ്ഞ് ജനസാമാന്യത്തെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇസ്ലാമിലെ പരിപാടി. എല്ലാവരും പോയി ചെയ്യുക. എന്നാൽ വിചാരണ നടത്തിയുള്ള ഒരു ശിക്ഷയെ ആരാ എതിർക്കുന്നത്? അയാൾക്ക് പറയാനുള്ള വസ്തുത കേട്ട് ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഈ സമൂഹം അവർക്ക് അവകാശപ്പെട്ട ഇസ്രയേല്യരുടെ രാജ്യത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന അമാലേക്കൈറ്റ്സിനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കണം. അമാലേക്കൈറ്റ്സിനെ കൊല്ലുക. കൊല്ലാതിരിക്കാൻ വഴിയുള്ളൂ. അമാലേക്കൈറ്റ്സ് രക്ഷപ്പെട്ടോണം, അവരുടെ നാട്ടിലേക്ക് കയറിക്കണം, അടുത്ത സ്ഥലങ്ങളിൽ പൊക്കോണം. ഇവിടെ പാടില്ല. അതിൽ യേശുവിന് പിന്നെ മൃഗങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ പറയുന്നു. അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവം പറഞ്ഞാൽ ദൈവത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി കുഞ്ഞുങ്ങളെ ഒന്നും കൊല്ലരുതെന്ന് പറഞ്ഞ ഇതേ മുഹമ്മദ് അല്ലേ ഈ പ്യൂബിക് ഹെയർ ഉണ്ടോ നോക്കിയിട്ട് വെട്ടിയേക്കാൻ പറഞ്ഞേ? അതിന് കുഴപ്പമില്ലേ? കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നം. ഇതേ കക്ഷിയല്ലേ പോയിട്ട് കവിത എഴുതിയ ഒരു സ്ത്രീയെ ആത്മാവിന്ദം മാർവനെ കൊന്നതിന്റെ പേരില അവർ യുദ്ധത്തിന് പോയോ? അത് യുദ്ധമാണോ? അവരെ കയറി വെട്ടിയില്ലേ? വല്ല നീതിബോധം കാണിച്ചിട്ടുണ്ടോ? ഇവിടെ കാണേണ്ട ഒരു കാര്യമുള്ളൂ, മുഹമ്മദ് പേഴ്സണലി ഉള്ള ഒരു ജലസിയുടെ പേരിലാണ് കൊല്ലുന്നത്. അല്ലെ മുഹമ്മദിന് എന്തെങ്കിലും വേണം, അതിനു വേണ്ടിയല്ല, പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയല്ല, ഒരു പബ്ലിക്കിന്റെ ഒരു പൊതുവായ താല്പര്യത്തിന് വേണ്ടി ഒരു യുദ്ധവും മുഹമ്മദ് നടത്തിയിട്ടില്ല. പുള്ളിക്ക് ജസിയ വേണം, പുള്ളിക്ക് സ്ത്രീയെ വേണം, പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ പുള്ളിയെ പുകഴ്ത്തി പാടണം. പുള്ളിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അണികളെ വിട്ട് കൊല്ലിക്കും. അത് മുഹമ്മദിന്റെ മാത്രം ഇൻട്രസ്റ്റിലാണ്. ഇങ്ങനെ വല്ലതും ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ കണ്ടത് പൊളിറ്റിക്കൽ വാറാണ്.
പൊളിറ്റിക്കൽ വാറിൽ ഇടപെടും. ഇല്ല നിങ്ങൾ പറയാം പൊളിറ്റിക്കൽ വാറിൽ ഇങ്ങനൊന്നും അല്ല, ഇന്ന് നിങ്ങൾക്ക് കുറെ കൂടെ മെച്ചപ്പെട്ടതുണ്ട്, ഉണ്ടെങ്കിൽ ഈ മോശപ്പെട്ടതിനെ ഏതാണ്ട് 10,000-2000 വർഷം മുമ്പ് നടന്നതിനെ മുഹമ്മദിന്റെ കിതാബിലൊന്നും വിമർശിച്ച് കാണുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഈ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം എന്താണ്? നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സ്റ്റാൻഡ് ഇല്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ഖുറാനിക് സ്റ്റാൻഡ് ഇല്ലാത്ത എന്താണ്? ഇസ്ലാമിക ഒരു കാര്യം പറയുമ്പോൾ ഖുറാനിക് സ്റ്റാൻഡ് ഇല്ല. ഞങ്ങൾക്ക് ബിബ്ലിക്കൽ സ്റ്റാൻഡ് ഉണ്ട്, അതിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ എത്തിക്സ് ഉണ്ട്, അതിൽ നിന്നുകൊണ്ടാണ് മുഹമ്മദിനെ വിമർശിക്കുന്നത്. മുഹമ്മദ് മോശക്കാരനായിട്ട് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാ? ക്രിസ്ത്യൻ എത്തിക്സിന് ചേരാത്ത തരത്തിലെ തരംതാണ പണി അദ്ദേഹത്തിൽ അദ്ദേഹം കാണിക്കുന്നു. ഇനി നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു, മക്കളെ കല്യാണം കഴിച്ച ഒരാളെ ദൈവം മക്കളുമായിട്ട് ഇങ്ങനെ സന്ധിച്ച ഒരാളെ എടുക്കുമോ? ഇല്ല. ഞങ്ങൾക്ക് ലോത്ത് നബിയല്ല. നിങ്ങൾ ആരോ പറഞ്ഞു നബിയായിട്ട് പ്രഖ്യാപിക്കാൻ. അതിനാ പറഞ്ഞ മുകേഷ് നബി ഞാൻ പേരിട്ടതിന്റെ കാര്യം അതാ. കാരണം എന്താ? നിങ്ങൾ വഴിയെ പോയ മനുഷ്യരെല്ലാം നബിയാക്കി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? ഞങ്ങളുടെ ബൈബിളിലൊന്നും അത് നബിയൊന്നുമല്ല. ലോത്ത് വഴിപിഴച്ചു പോയ നീതിമാനാണ്. നീതിമാനായിരുന്നു, വഴിപിഴച്ചു പോയി. അയാളുടെ പൂർവ്വകാലം കൊള്ളായിരുന്നു, വഴിപിഴച്ചു പോയി. മറ്റൊന്നുകൂടെ നിങ്ങൾ പറഞ്ഞു, മാന്യന്മാരെയാ ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. മുഹമ്മദ് മാന്യനാണ്. നിങ്ങൾ എന്ത് മാന്യതയാണ് മുഹമ്മദിൽ കണ്ട്? എന്തു തരം മാന്യത? നിങ്ങൾ കുറെ പുകഴ്ത്തി പാടുന്നുണ്ട്. ആ കാലത്തിരുന്ന് ജീവിച്ചിരുന്ന മനുഷ്യരാരും മുഹമ്മദിനെ മോശം പറഞ്ഞില്ല. എവിടെ എഴുതിയിരിക്കുന്നു? മുഹമ്മദിനെ കുറിച്ച് ഖുറാന് പുറത്തെവിടെ പരാമർശം? ഇസ്ലാമിക ലോകത്തിന്റെ പുറത്ത് ആരെങ്കിലും മുഹമ്മദിന്റെ ഒരു പേര് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നോക്കി? അദ്ദേഹം അല്ലമീനായിരുന്നു, അദ്ദേഹം നാട്ടിലെ ഏറ്റവും നല്ല പെണ്ണുങ്ങളെ കെട്ടിച്ചു തരാം, നീ ഇത് വിടാൻ പറഞ്ഞു. എവിടെ എഴുതിയിരിക്കുന്നു? ആരാ ഇത് പറയുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളാണ്. മുഹമ്മദിന് എവിടെ മാന്യത? ഈ മനുഷ്യൻ മാന്യനാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ ഉയരങ്ങളിലാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ മാന്യതയുടെ ശൃംഗങ്ങളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ പിടിച്ച ഏമാക്കം പറ്റിയ റിപ്പോർട്ടിലെ ആളുകളെല്ലാം മാന്യതയുടെ വരകോടിലാണ് നിൽക്കുന്നത്. മുഹമ്മദ് മാന്യനാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ മുത്തെന്നാ വിളിക്കുന്നെങ്കിൽ നമ്മളെയൊക്കെ രത്നം എന്ന് വിളിക്കണം. ഞാൻ നിങ്ങളെ പോലെ രത്നം എന്ന് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുക. കാരണം എന്താ? അത്തരത്തിൽ അധമമായ പ്രവൃത്തി മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ തന്നെ കാര്യം എടുത്തു. ഒരു മുറിയിൽ കിടക്കുന്ന ഒരു മുറിയിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതേ മുറിയിൽ ഒരു സ്ത്രീയെ വരുത്തിയിട്ട് അവൻ ഭാര്യയെ മാറ്റി വിട്ടിട്ട് അവരെ വിരിപ്പിൽ കിടന്ന് ആ സ്ത്രീയെ സ്വന്തമാക്കിയിട്ട് മാന്യത എഴുതി വെച്ചിരിക്കുക. ഇങ്ങനെയാണോ പ്രവാചകൻ? ഇദ്ദേഹം പ്രവാചകൻ എന്ന് ആര് പറഞ്ഞു? സ്വന്തം പറഞ്ഞല്ല, അത് ആരെങ്കിലും പറഞ്ഞോ? വാളുകൊണ്ട് വെട്ടി സ്ഥാപിക്കായിരുന്നല്ലേ? എവിടെ മുഹമ്മദ് അദ്ദേഹത്തിന്റെ സന്ദേശം പറഞ്ഞ ആളിനെ തന്നിലേക്ക് മാറ്റിയത് എവിടെ ഉണ്ട്? മുഴുവൻ കത്തുകൊടുത്ത് വിടുക, അനുസരിച്ചില്ലേ വെട്ടിക്കളയുക. ലോകത്തിവിടെ എങ്ങനെങ്കിലും ഏതെങ്കിലും മതം തലവെട്ടി പ്രചാരണം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ബൈബിൾ ഇത്രയും പറയുന്നു, എന്തിനാ ഈ യുദ്ധം നടത്തിയല്ല? യഹൂദമതം സ്വീകരിക്കാനായിരുന്നു ഇതെല്ലാം ചെയ്തേ. യഹൂദമതത്തിന്റെ പ്രചരണാർത്ഥം അടുത്തവന്റെ തല വെട്ടുക, നീ ഞങ്ങൾക്ക് കീഴടങ്ങുക അല്ലേ വെട്ടും, ഇങ്ങനായിരുന്നോ? കാണിച്ചു തരാം, ഒറ്റ ഉറത്ത് കാണിക്കാവോ? ഇങ്ങനെ ബൈബിളിൽ എവിടെങ്കിലും മതം വിശ്വസിക്കാൻ വേണ്ടി വെട്ടുതരാൻ പറഞ്ഞു? ഇല്ല. പിന്നെ ഇസ്രയേലില് അവരുടെ നിന്ന് പുറത്തോട്ട് പോയാൽ വെട്ടും. അവരുടെ നാട്ടിലേക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്നാൽ അവർ യുദ്ധം ചെയ്യും. ഇന്നും ആ പണി യഹൂദൻ ചെയ്യുന്നുണ്ട് അവിടെ. അത് തന്നെ ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ജൂതന്മാർ നടത്തുന്ന അതേ കാര്യങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അത് ചിലത് ദൈവം അനുവദിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ അവര് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞ എല്ലാ കാര്യത്തിലും അല്ല, കാര്യങ്ങൾക്കും ലോത്തിന്റെ കാര്യം തന്നെ ഉദാഹരണം. നിങ്ങളുടെ നബി, ഞങ്ങൾക്ക് നബിയല്ല, ഞങ്ങൾക്ക് ആ മനുഷ്യനായിട്ട് ഒരു കണക്ഷനും ഇല്ല. നിങ്ങൾക്ക് കണക്ഷൻ വരാൻ കാരണം അറിയോ? ലോത്തിന്റെ ഇങ്ങനെ ഉണ്ടായ മക്കളിൽ അവര് വന്ന് ഇപ്പൊ പാർക്കുന്ന സ്ഥലമാണ് നമ്മുടെ യോർദാൻ എന്ന് പറയുന്നത്. യോർദാനിലെ രാജാവല്ല, ഇതിന്റെ പിന്മുറക്കാരാണ്. അവരുടെ പണി എന്താണെന്നൊക്കെ അറിയായിരുന്നോ? മക്കപ്പള്ളി വാങ്ങു വിളിക്കായിരുന്നു. അത് പോയി പഠിക്കണം. ഇന്നത്തെ ഹാഷിമേറ്റ് കിങ്ഡം ഓഫ് അമാൻ. എന്താ അമാനം നോക്കിയാൽ മതി. നിങ്ങളെല്ലാം ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുന്ന ആളല്ലേ? അമോര്യ രാജാരാന്ന് പഠിക്കണം. അമോര്യർ, അമോനൈറ്റ്സ് ആൻഡ് മോവാബൈറ്റ്സ് എങ്ങനെ ഉണ്ടായതാ? ലോത്തിന്റെ മക്കളുടെ മക്കളാണത്. ഈ തലമുറ മുഹമ്മദ് എനിക്കുന്നല്ല, ഇസ്മായിലിന്റെ മോനൊന്നും അല്ല. ഇസ്മായിലിന്റെ മോനാ നിങ്ങൾക്ക് തെളിയിക്കാനും നോക്കത്തില്ല. അതിനാൻ മുതൽ ഇങ്ങോട്ട് 42 പേരെ പേര് കാണുന്നില്ല. അപ്പോ മക്കപ്പള്ളി വാങ്ങി വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വിളിച്ച് വെറുതെ കിടന്ന ഒരു രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചതാണ് ഇപ്പോഴത്തെ യോർദാൻ. പിടികിട്ടിയോ? അല്ല, ഞങ്ങളുടെ ട്രഡീഷനോ ഞങ്ങളുടെ രീതിയോ ഒന്നും, ഞങ്ങളുടെ നബിയൊന്നും അല്ല ലൂത്ത്. ലൂത്ത് എന്ന് പറഞ്ഞ ആള് ഞങ്ങളുടെ ബൈബിളിലെ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോയ ഒരാളായിട്ടാണ് കൂട്ടുന്നത്. അബ്രാഹ്മിനോട്ട് റിലേഷനൊക്കെ ഉണ്ട്, ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ വഴിതെറ്റിപ്പോയ മനുഷ്യൻ. നിങ്ങൾ ഇങ്ങനെ വഴിതെറ്റിയ മനുഷ്യരെ പ്രവാചകനാക്കിയിട്ട് ഞങ്ങളാണ് അതിന് ഉത്തരവാദി. ഖുറാനിൽ വിഡിത്തം പലതും എഴുതിയിട്ടുണ്ട്, ഞങ്ങളല്ല അതിന്റെ ഉത്തരവാദി. 1500 കൊല്ലം കഴിഞ്ഞ് ഉണ്ടായി വന്ന സാധനം, 600 കൊല്ലം കഴിഞ്ഞ് ഉണ്ടായി വന്ന ഒരു വസ്തുവിനകത്ത് എഴുതിയ കാര്യം നോക്കി വേണോ ക്രൈസ്തവർ വസ്തു മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത് സത്യസന്ധമായിരിക്കണം, അതിൽ നിഷ്പക്ഷത പാലിക്കണം, അതിലെ പ്രവാചകം മാന്യനായിരിക്കണം. എല്ലാം പൊക്കോട്ടെ, ഇതെല്ലാം പൊക്കോട്ടെ. നമുക്ക് ഖുറാനും അതിനകത്തെ തത്വസംഹിതയുണ്ടോ ഇതൊക്കെ പരിശോധിക്കുക. ഇത് പറഞ്ഞ കക്ഷിയുടെ യോഗ്യത എന്താ? എന്ത് മര്യാദ സമൂഹത്തിൽ നിൽക്കാൻ? ലോകത്തേത് രാജ്യം ക്രിമിനൽ കുറ്റം വെച്ച് വിധിച്ചാലും അകത്ത് പോകുന്ന ആളല്ലേ മുഹമ്മദ്. ഈ സൗദി അറേബ്യ അടക്കം മുഹമ്മദിനെ അവിടെ നിർത്തിയിട്ടൊന്ന് വിചാരണ ചെയ്തേ, ഇന്നത്തെ നിയമം വെച്ച് അകത്ത് പോയില്ലേ? അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ അകത്ത് പോകും, ഇന്ത്യയിൽ അകത്ത് പോകും, പണ്ടേ പോകും. അപ്പൊ ഇതൊക്കെയാ പ്രശ്നം. നിങ്ങൾ ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 2 കാര്യം നിങ്ങൾക്ക് എതിരാ. ഒന്ന്, ഇത് പറയുന്ന മുഹമ്മദിന് ധാർമ്മികതയില്ല. 2, നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ മുഹമ്മദിന് ഒരു അഭിപ്രായമില്ല. ഖുറാനിൽ ഇവിടെ എഴുതിയിട്ടില്ല. ഇങ്ങനെ ബൈബിളിൽ ചില തെറ്റുകൾ ഗുരുതരമായിട്ട് കാണുന്നു,
യേശു അതിന് കൂട്ടുനിന്നു, അത് ഇന്ന പോലെ കാര്യം നടന്നു എന്ന് മുഹമ്മദോ ഖുറാനോ മിണ്ടുന്നില്ല. അവര് സൈലന്റ് ആയിട്ട് നിങ്ങൾ ആരുക, നിങ്ങൾക്ക് എന്ത് അധികാരം? ഇതാണ് ഇസ്ലാമിക് സ്റ്റാൻഡ് നിൽക്കുന്ന നിങ്ങളോട് ബൈബിളിന്റെ സ്റ്റാൻഡ് ചെയ്യുന്നുള്ള ഞങ്ങളുടെ മറുപടി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ. പറഞ്ഞോളൂ. സോഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കേട്ടത്, ഈ സോഹം പറഞ്ഞത് ഇങ്ങനൊരു കാര്യം ബൈബിളിൽ വരാൻ പാടില്ല. അതായത് ഈ ലോത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം ബൈബിളിൽ വരാൻ പാടില്ല, കാരണം അദ്ദേഹം തെറ്റ് ചെയ്തു. സുഹൃത്തെ, തെറ്റ് ഏത് പ്രവാചകനാണെന്ന് സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരിക്കലും തെറ്റ് പറ്റത്തില്ല എന്നും പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് എത്രയാണ് തെറ്റുപറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ഹദീസ് ഞാൻ എന്നുള്ളത് കാണിക്കണം. മൂസാ നബിയുടെ ഭാഗത്ത് എത്ര തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്? മൂസാ നബി കാണിച്ച തെറ്റിനെ മുഹമ്മദ് എടുത്ത് പരാമർശിച്ച് പറയുന്നുണ്ട് പ്രവാചകനായിരിക്കുന്ന സമയത്ത് മൂസാ നബി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഇദ്ദേഹം പറഞ്ഞ് പിന്നെ മുഹമ്മദ് പ്രവാചകനായപ്പോൾ തന്നെയല്ലേ മാരിയത്തുമായിട്ടുള്ള വിഷയം ഉണ്ടാക്കിയത്. ആയിഷ അത് എതിർത്ത് വലിയ വിഷയം ഉണ്ടാക്കിയപ്പോഴാണ് ആയത്ത് പോലും ഇറങ്ങേണ്ടി വന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കണ്ണിൽ മുഹമ്മദ് ചെയ്യുന്ന ഒന്നും തെറ്റല്ല. അതേസമയം ബൈബിളിന്റെ അകത്ത് ഇതേ കാര്യം പ്രവാചകനായിരിക്കും ദാവീദ് തെറ്റ് ചെയ്തപ്പോ അന്നാ ഓക്കെ, മുഹമ്മദിനെ പോലെ തന്നെ നമുക്ക് ചെയ്ത പോലെ തന്നെ ദാവീദിനെ അങ്ങ് ക്ഷമിച്ചു വിട്ടേക്കാം. അതല്ല ഉണ്ടായത്. നല്ല ശിക്ഷ കൊടുക്കുക ചെയ്തത്. മരണത്തിന് വിധേയനാക്കുന്ന വിധത്തിൽ ശിക്ഷ കൊടുക്കരുത്. ഈ സ്റ്റാൻഡ് എന്തുകൊണ്ട് അള്ളാഹു ചെയ്തില്ല? അള്ളാഹു അതിന് കൂട്ടു നിൽക്കുക ചെയ്തത്. അതാണ് നിങ്ങൾ എടുത്ത് വിമർശിക്കുന്നതിന്റെ പ്രധാന കണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ തമാശ, നിങ്ങൾ പറഞ്ഞു മുഹമ്മദ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്ന ഫോർവേഡ് ചെയ്തെന്ന്. സുഹൃത്തെ, അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളോട് നിങ്ങൾ വായിച്ചു നോക്ക്. ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായ സംഭവമാണ്. മുഹമ്മദ് യുദ്ധത്തിന് വരുമ്പോൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും കൊള്ളാൻ പാടില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ കാലമാണ്. പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്ന ഞാൻ വേണം വായിച്ചു കേൾപ്പിച്ചു തരാം. മുഹമ്മദിന്റെ ജീവിതകാലത്ത് തന്നെ മുഹമ്മദിന്റെ കൂടെയുള്ളവര് ബഹുദൈവ വിശ്വാസികളുടെ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ല. അല്ലല്ല ബ്രദറെ, ഒരു കാര്യം നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് കയറി ക്ഷമ പറഞ്ഞ് ഞാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്റെ ടൈമല്ലേ, ഞാൻ പറഞ്ഞു കേട്ടോ, താങ്കൾ പറഞ്ഞു ഇതോട് ചേർത്ത് പറഞ്ഞു. ഞാൻ പോവാണ്, എനിക്ക് പറയേണ്ട ആളും പോയി, ഇനി ഞാൻ ഇല്ല ഇവിടെ. അദ്ദേഹം വരും തീർച്ചയായും വരും. സോഹൻ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്ക്, ഇദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങള്. ഇദ്ദേഹം പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് മുഹമ്മദ് ഫോർവേഡ് ചെയ്തു, അതായത് നിരോധിച്ചു എന്ന്. സുഹൃത്തെ, അത് ആദ്യകാലത്തുണ്ടായ സംഭവമാണ്. മുഹമ്മദിന്റെ യുദ്ധത്തിന്റെ ആദ്യകാലത്തുണ്ടായ സംഭവമാണ്. എന്നാൽ മുഹമ്മദ് പിന്നീട് യുദ്ധം ചെയ്യുന്ന സമയം ഞാനൊരു പുതിയ മതം ഉണ്ടാക്കി. ഞാനിട്ട് മുകേഷിനെ നബിയാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് മറ്റേ പാർവതി തെരുവോത്ത് റളിയല്ലാഹു അൻഹ ഒരു പരാതി കൊടുത്തിരിക്കുന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് അവരിൽ നിന്നുള്ള നിവേദനം എന്നുള്ള നിലയിൽ ഒരു കിതാബ് തയ്യാറാക്കാനും തീരുമാനിച്ചു. അങ്ങനെ മുകേഷ് നബിയുടെ മുകേഷ് ചുമ്മാ അങ്ങനെ പറയാൻ പാടില്ല. മുകേഷ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേര് ഞാനിന്നൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. പാർവതി തെരുവോത്ത് റളിയല്ലാഹു അൻഹു അല്ലല്ലോ, അൻഹ. മറ്റേ നമ്മുടെ അലിയാർ ഉസ്താദിന്റെ വീഡിയോ വയ്യാവേലിയെ ഞാൻ അതിന്റെ ഒരു ആളാക്കി എടുത്ത് അതാ ഞങ്ങള് പ്രചരണം തുടങ്ങാം. അതാ ഇപ്പൊ ഫോട്ടോ കാണുന്നത്. അംബാസിഡറായിട്ട് ചേർത്ത് വെച്ചാൽ മതി വയ്യാവേലിയെ. വയ്യാവേലി എന്ന് പറയുന്നത് ബാക്കിട്ട് റാ വേണം ഇനി മുതല്. റായല്ല സാ. നമ്മുടെ പിന്നെ അലി ഉസ്താദിന്റെ വീഡിയോ എനിക്ക് തന്നെ സാർ മേൽ അഭിനയിച്ചത് കൊണ്ടാണ് ഇത് മുഴുവൻ എന്ന് പറയുന്നതിൽ അർത്ഥം അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിനോട് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. പുറകോട്ട് വലിഞ്ഞിട്ടുണ്ട്. കളി കാര്യമായപ്പോഴേക്കേ പതുക്കെ പുറകോട്ട് ഒന്ന് വൺ സ്റ്റെപ്പ് മാറിയിട്ടുണ്ടെന്നാ ഇപ്പൊ കേൾക്കുന്ന അറിവ്. വെയിറ്റ് ചെയ്യാം. ഹംസ മൂത്രത്തിൽ ഈ തിമിംഗലത്തെ ആദരോടല്ലേ നമ്മുടെ മേലോട്ട് പോവും. പാവ യൂതന്മാരും ക്രിസ്ത്യാനിയും
ആദരോടല്ലേ നമ്മുടെ ഹാരിസ് മദനി പറയുന്ന തിരുദൂതര് തിരുനബിയുടെ വീട്ടിൽ വെച്ച് ഹബ്സാ ബീബിയെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അവരുടെ വിരിപ്പിൽ വെച്ച് തിരുദൂതര് എന്തൊരു സൗമ്യതയോടെയാണ്, അതൊക്കെ അപാര തൊലിക്കെട്ടിയുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. ഞാൻ ഇന്ന് മുകളിൽ പിൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ അതിന്റെ കുറെ പരാമർശമുണ്ട്. അതിന്റെ കാരണം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ റഹ്മത്തുള്ള കാസിമി ആഞ്ഞടിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ. ഇത് ഞാൻ മുകളിൽ പിൻ ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണണം. അത്രമാത്രം കോമഡിയാണ്. അധികം നേരമില്ല. നമ്മൾ ചിരിച്ചു മണ്ണ് കപ്പുന്ന സാധനങ്ങളാണ്. അടുത്ത നൂറ്റാണ്ടിൽ വരെ നീണ്ടു നിൽക്കുന്ന ചിരിക്ക് വേണ്ട ഐറ്റംസ് ഒത്തിരിയുണ്ട്. അപ്പം ഇതൊരു സത്യമാണ്. ഇങ്ങനെ കാണിച്ചൊരു മഹാരഥൻ വേറെ ഇല്ല. പിന്നെ ഉണ്ട് മറ്റേ ഏറ്റവും ലളിതമായി സ്വർഗത്തിൽ പോകാനുള്ള വഴികളെ ഇപ്പൊ പറഞ്ഞല്ലോ. മൂത്രം കുടിച്ചാൽ സ്വർഗത്തിലെത്താന്നൊക്കെ വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല ലോകത്തൊരാളും. ഇങ്ങനെ മൂത്രം കുടിച്ചാൽ മതി. അതൊക്കെ എത്ര തരത്തിലെ നിരീക്ഷണങ്ങളാണ്. ഇനിയും പറഞ്ഞാട്ടെ, കേക്കട്ടെ. എനിക്ക് എനിക്ക് രണ്ടെണ്ണം പറയണം. ഞാനൊരെണ്ണം എനിക്ക് പറയാം. രണ്ടെണ്ണം പറയാനുണ്ട്. ഓക്കെ ഓക്കെ അതായത് ഞാൻ എന്റെ മറുപടി വേണം. എന്റെ മറുപടി ആ, പറഞ്ഞു. ഞാൻ രണ്ടെണ്ണം ഒന്ന് പറയട്ടെ. അതായത് ഞാൻ പറഞ്ഞു. കോളാട് നിന്നോട്ട് പോകുമ്പോട്ടെ. അതല്ല ഞാൻ എനിക്ക് എന്റെ വിശന്നിട്ട് ടിവിന്ന് വിളിക്കേണ്ടി വന്ന ഒരാളെ പിന്നെ ഉമ്മ എന്ന് വിളിച്ചൊരു പദവിയിലേക്ക് കൊണ്ടുവന്നു. അതൊക്കെ എന്താ നിങ്ങൾ കാണാതെ പോകുന്നത്? അത് കുഴപ്പമില്ല. 1, 2, 3 ആയിപ്പോ. പ്പോഴേ അബ്ദുള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അദ്ദേഹം അല്പം വൾഗറായിട്ടാണ് പറയുന്നത്. അത് അവരൊക്കെ പറഞ്ഞാൽ അത് വൾഗർ ആവില്ല. നമ്മൾ അത് എടുത്തു പറയുമ്പോഴാണ് ഇതാകുന്നത് എന്ന് പറയുന്ന ഇവര്. അതായത് എങ്ങനെയാണ് ഈ സൈനവ് വിവാഹത്തിന്റെ പ്രശ്നം പുള്ളി ന്യായീകരിക്കുകയാണ്. സയ്യിദിന്റെ ഒരു തുള്ളി ബീജമെങ്കിലും സൈനവിന്റെ ഉള്ളിലേക്ക് പോകണം, എങ്കിൽ മാത്രമേ ദത്തുപുത്ര സമ്പ്രദായം നീക്കാൻ പറ്റൂ. അപ്പോ സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ ശേഷം അവളെ നാം നിനക്ക് തന്നിരിക്കുന്നു. അപ്പോ അത് കഴിഞ്ഞപ്പോ സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിയപ്പോ വേറെ കാർക്കുടെ ഭാര്യയായല്ലോ. അവിടുന്നാണ് മുഹമ്മദ് ഇത് ഏറ്റെടുക്കുന്നത്. അത് MM അക്ബർ കൃത്യം പറയുന്നുണ്ട്. തുണി മാറിയപ്പോ എന്നാണ് പുള്ളി പറയുന്നത്. വസ്ത്രം നീങ്ങിയപ്പോ എന്ന് പോലും അല്ല. നല്ല കൊളോക്കിയൽ അടിക്കുന്നത്. ഇത് വല്ലോ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര തിരുനബിയെ ആക്ഷേപിച്ചു എന്നാവും. ഇപ്പോ ഇത്തരം കാര്യങ്ങൾ ഇവർ പറയുമ്പോൾ അത് വളരെ പുണ്യപ്രവൃത്തിയാവും. എന്തോ ഒരവസ്ഥയാണ്. ഇപ്പൊ ഒരാൾ എനിക്ക് ഈ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു സഹോദരൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തെറി പറയുന്നതും ന്യായമായി വിമർശിച്ചാൽ പോരെ, എന്തിനാ തെറി പറയുന്നത്? അയാളെ പ്രകോപിപ്പിച്ചെന്നാ വെച്ചാൽ ഞാനൊരു ആനിമേഷൻ വീഡിയോ ഇട്ട് ആട് കിതാബ് തിന്നു. നിങ്ങൾ കണ്ടായിരുന്നു ആരെങ്കിലും? എന്റെ ഫേസ്ബുക്ക് പേജിൽ വരണം. കുറെ സാധനം ഇട്ടിട്ടുണ്ട്. അത്രയും ആട് കിതാബ് തിന്നുന്നത്. അതിനകത്ത് ആടിന് വിവരം ഉണ്ടെന്നാണ് ഞാൻ സ്ഥാപിച്ചേക്കുന്നത്. കാരണം ഈ ആടിത് തിന്നില്ലേലെന്ന് സ്ത്രീകൾക്കൂടെ കടക്കപ്രതിയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിക്കുക. ഒരു വീട്ടിലേക്ക് ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാ പരിപാടിയെങ്കിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുമോ? നീ ബ്രസ്റ്റ് ഫീഡിങ് നടത്താൻ പറഞ്ഞാൽ എങ്ങനെയും ആട്ടെ. അതാട് ആ ബോധം കൊണ്ട് ഇത് മോശമാണല്ലോ ഈ കാണിക്കുന്നവർക്ക് ആ ആയത്ത് തന്നെ തെരഞ്ഞു പിടിച്ചങ്ങ് തിന്ന്. ആടിന്റെ ബോധം പോലും ഈ കക്ഷികൾക്കില്ലെന്നാണ് ഞാൻ ആ ചെറിയൊരു വീഡിയോ കൂടെ സ്ഥാപിക്കുന്നത്. പിന്നെ കല്ലെറിയുന്നതായിരുന്നു. അവരെ കല്ലെറിയുന്ന പോട്ടെ. ഇത് പണ്ട് കല്ലെറിയുന്ന ആയതോടെ വെച്ചേക്കണമായിരുന്നു. ഇവരെയൊക്കെ ഈ രീതി കുറെ പേരിലും ഇവിടുന്ന് മാറ്റപ്പെട്ട ആ പോകുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഈ ഈ ടൈപ്പ് ആടിന് ഇതിന്റെ വിഷമം അറിയാം. ഈ കുട്ടി ഇടിച്ചു കുടിക്കുന്നതിന്റെ വിഷമം ആടിനറിയാം. അതുകൊണ്ട് അല്ല, അതിനുശേഷം ഈ ആടിനെ ഇതുപോലെ തിന്നുന്ന തിരിച്ചേ ഈ ആയത്ത് തിന്നത് ആടിനെ ആപ്പാടെ ബഹളി പിടിച്ച് കാണും. ഈ ഒരു ആയത്ത് തിന്നപ്പോഴേക്കേ ആള് ബഹളി പിടിച്ച് അതിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് ചാടി മറിഞ്ഞ് ആപ്പാടെ ഒരു വരുവായി കാണും. നമ്മൾ ഒത്തിരി വിശദീകരിക്കുക എന്നല്ല. എന്താണേലും ഇത്തരം ലോക കോമഡികൾ എന്തൊക്കെയാ ഈ ആടിന് ചെങ്ങാതിമാര് അതിന്റെ കൊണ്ടുവരുന്നത്. വിഷമം അറിയാം പാസ്റ്ററെ. അത് ആട് പറഞ്ഞു അത് ഇതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ വിഷയമാണെന്നറിയാം. അറിയാം. നമ്മൾ ഈയിടയ്ക്കിടയിൽ ഒരു ആന കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കുകയും ആ ഇതിലൂടെ വന്ന വയനാട്ടിൽ ഒഴുകി വന്ന അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ അത് കെയർ ചെയ്യുന്ന കണ്ട്. മൃഗങ്ങൾക്കുണ്ട്, ആടിനറിയാം. സഹജീവിയായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അറിയാം. അതുകൊണ്ട് ആ ആടിനെ ഞാൻ സല്യൂട്ട് അടിക്കുന്നുണ്ട് ഒരു രംഗത്തിനകത്ത്. ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആടിനെ സല്യൂട്ട് അടിക്കേണ്ടി വന്നു എനിക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ. എന്തായിരുന്നാലും ആട് ചെയ്ത സേവനം ഭയങ്കരമാണ്. അത് കിതാബിൽ നിന്ന് കളഞ്ഞ് എടുത്ത് പള്ളയെ കളഞ്ഞത്. ഹലോ, പറഞ്ഞോളൂ, മറ്റുള്ളവർ പോകരുന്നേ പറഞ്ഞോളൂ.
അതാ എന്നിട്ട് ആ പുള്ളി സൈനവിന്റെ വീട്ടിലൊക്കെ പോയതും തബരി 8:4 റെഫറൻസ് മറക്കരുത്, കട്ടം മാറിയതും ലോകത്തെ അമ്പരപ്പിക്കുന്ന പല കാഴ്ചകൾ പുള്ളി കണ്ടതും അതുവഴി അതുവരെ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്കെതിരെ ഒരു സാമൂഹ്യ നവോത്ഥായനെ പോലെ പടപൊരുതി അവിടെ നിന്ന മോശം സിസ്റ്റങ്ങളെ മുഴുവൻ മാറ്റി ധീരോചിതമായ കാൽവെപ്പ് നടത്തിയത് അവിടെ വെച്ചാണ്. മറക്കാൻ പാടില്ല. ആരെങ്കിലും കൊണ്ട് എടുക്ക്, മുകളിലോട്ട് എടുക്ക്, ചർച്ച പുരോഗമിക്കട്ടെ. പിന്നെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ബഹളം വെച്ചോണ്ടിരിക്കരുത്, പരിപാടി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പോകണമെന്നുള്ളത്. അതിലും വലിയൊരു കാര്യമുണ്ട്, അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മനസ്സിലാക്കിയത്, ഈ പിന്നെ സഫ്വാനും ആയിഷയും കൂടെ വരികയല്ലേ. അപ്പോ ആ സംഭവം അറിയാം, സ്വർണമാല വഴി പോന്നു, അത് ആയിഷ കണ്ടുപിടിച്ചിടുന്നു, ആയിഷയും മിസ്സാകുന്നു, മുഹമ്മദൊക്കെ മുമ്പിൽ കയറി പോരുന്നു. വീട്ടിൽ വരുമ്പോൾ ആയിഷ ഇല്ല, ആയിഷ പുറകില് വെയിറ്റ് ചെയ്യുന്നു. പിന്നാലെ വന്ന് സഫ്വാൻ ഒട്ടകത്തിലെടുത്തോണ്ട് പോരുന്നു. കുറ്റമൊന്നും പറയണ്ട, അങ്ങനെയൊക്കെയാണ്. ഞാനത് ആയിഷയും മുളച്ചവാക്കിയെങ്കും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അതൊരു കൊച്ചുകുട്ടിയാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ മുഹമ്മദിന് ജാരശങ്ക വരുന്നു. അതിന് അലി പറയുന്നു ഇത് മോശമാണ്, ഇവരെ വരവൊക്കെ കണ്ടിട്ട് പന്തികേട് പോലെ തോന്നുന്നു. ഇതൊന്നും അറിയാതെ ആയിഷ വീട്ടിൽ കയറുന്നു, പനി പിടിക്കുന്നു. ആയിഷയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മുഹമ്മദ് ഒരു മാസം വരുന്നില്ല. ഒടുവില് അബൂബക്കർ വരെയും വിഷമിക്കുന്നുണ്ട്. അപ്പോ ഏതാണ്ട് ഒരു മാസത്തോളം കഴിയുമ്പോൾ മുഹമ്മദ് സഹറയുടെ അടുത്ത് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ ചിരി പോലെ ഒരു പുഞ്ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് കയറി വരികയാണ്. അപ്പൊ ചോദിക്കുക എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇന്നലെ ആയത്ത് വന്നു, ആയിഷ കുറ്റക്കാരിയല്ലെന്ന് പറഞ്ഞ് ആയത്തിറങ്ങി. നമ്മൾ ഈ മണി ഓർഡറൊക്കെ വന്നെന്ന് പറഞ്ഞ് പപ്പ ദൂരെ നിന്ന് അയച്ചു എന്ന് പറഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞവരെ ആയത്ത് കിട്ടിയ സന്തോഷത്തോടെ ഓടി വരികയാണ്. ഓടി വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, എല്ലാം ക്ലിയർ ആയി. പക്ഷെ അത് വലിയൊരു പ്രശ്നം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി. അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ചാണ് ഈ അലിയും ആയിഷയും തമ്മിൽ ശരിക്ക് മാനസികമായിട്ടാകുന്നു. അത് പിന്നെ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് തുടർന്നു. അങ്ങനെയാണ് അതിശക്തരായ ഈ ഭീകരവാദികൾ രണ്ടു കൂട്ടരുടെ ഉടലെടുത്ത് ഈ ഷിയാകൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ സുന്നികളും ഷിയാകളുമായി രണ്ട് ഗ്രൂപ്പ് ഉടലെടുക്കാൻ അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഒരു മാസം താമസിച്ചത് കാരണമായി. അപ്പോ എന്നാൽ നേരെ മറിച്ച് ഈ മുഹമ്മദിന്റെ വീട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോകാതെ മാറി നിൽക്കുന്നവനെ പിരിച്ചുവിടാൻ അന്നേരം എല്ലാം ലാത്തി ചാർജ് നടത്തും എന്ന് പറഞ്ഞ പോലെ ആയത്തിറക്കി, ആയത്ത് മഴ പോലെ പെയ്ത് കളഞ്ഞു. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിൽ ചെന്നാൽ അങ്ങനെ തിന്നിട്ട് മര്യാദയ്ക്ക് നീയൊക്കെ പൊക്കോണം. ഇത് മുഹമ്മദിന് പറയാനുള്ളത്, കഴിച്ചേച്ച് പോടാന്ന് പറയാനുള്ളതേ ഉള്ളൂ. അത് പുള്ളിക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അള്ളാഹു ഞങ്ങളുള്ള നാണമൊന്നുമില്ല, അള്ളാഹു എല്ലാം ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവനും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തങ്ങ് കീച്ചിക്കളഞ്ഞ ആയത്തിനാണോ പഞ്ഞം, ഇഷ്ടംപോലെ ആയത്താണ്, അതെടുത്തങ്ങ് തകർത്തു. പക്ഷെ ഇതേ കാര്യം സഫാന്റെ ഒക്കെ വിഷയത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ സുന്നി ഷിയ കലാപവും ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധവും ഇതൊന്നും ഉണ്ടാകില്ല. അപ്പൊ സമയത്തിന് ആയത്തിറക്കിയ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ മുഹമ്മദിന് പെണ്ണ് വേണമെന്ന കാര്യത്തിൽ ആയത്ത് റെഡിയാണ്, ബാക്കിയൊക്കെ താമസിച്ചു പോയിട്ടുണ്ട്. ഇനി വേറൊന്ന്, മുഹമ്മദ് തെറ്റിച്ചു പോയ ഒരു ഖുർആന്റെ ഭാഗമുണ്ട്. നമ്മളത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ ലാത്തയും മനാത്തയും കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗം, അത് ബറോസ് ഇല്ലെന്ന് തോന്നുന്നു അന്നത്തെ ചർച്ചയിൽ. നല്ല ഗഹനമായി ഞങ്ങൾ പഠിച്ച, ഇവിടെ വിശകലനം ചെയ്ത, ക്ലാസ് എടുത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതായത് ഈ ലാത്തയും മനാത്തയും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഇദ്ദേഹം സ്തുതിക്കുന്ന ഒരു ഭാഗം ഖുറാനിലുണ്ട്. അത് ഖുറാനകത്ത് ഉണ്ടല്ലോ, ആ തഫ്സീറിനകത്ത് പറയുന്നുണ്ട്. അതെ. അപ്പൊ ഇത് പിന്നെ നിരോധിക്കുന്നത് അത് നിരോധിക്കാൻ 13 കൊല്ലം എടുത്തുന്നു അത് മാറ്റി കൊടുക്കാൻ. അത്രയും നാൾ വന്ന ഇത്രയും ഗുരുതരമായ ഒരു കാര്യം പ്രവാചകന്റെ നാവിൽ പിശാച് കയറി ഇങ്ങനെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. 53:19 22:52 അത് അസാബ് അൽ നുസൂൽ, അത് അൽ വാഹിദിയുടെ കമന്ററിയിലുള്ളതാണ്. മുഹമ്മദിന്റെ നാവിൽ കള്ളപ്രവചനം പിശാച് കൊടുത്തു. അവരെ കുറിച്ച് പറഞ്ഞ ദേ ആർ മൈറ്റി, അവരുടെ ശുപാർശ സ്വീകരിക്കാം, ലാത്തയും മനാത്തയും ഉസയും ഉയരപ്പറക്കുന്ന കൊക്കുകളാകുന്നു. അപ്പോ ഇത് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഖുറൈശികൾക്കിടയിൽ അവരെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ചെയ്തതാണ് 53:19. അപ്പോൾ സാത്താൻ മുഹമ്മദിന്റെ വായിൽ ഒരു ആയത്ത് കൊടുത്തു. അപ്പൊ ലാത്തയും മനാത്ത ഉസയും ഉയരപ്പറക്കുന്ന കൊക്കാണ്,
അവരുടെ ശുപാർശ സ്വീകരിക്കാം. ഇതപ്പോ ഖുറൈശികൾക്ക് സന്തോഷമായി. അപ്പൊ ഈ സംഗതി അവരെല്ലാം കൂടെ ഒരുമിച്ച് സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഇത് കേട്ടപ്പോഴേ ഖുറൈശികളും മുസ്ലിങ്ങളും സുജൂദ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ വലീദ് ഇബ്നു മുഗ്റ ഒഴികെ ബാക്കി, അയാൾ പ്രായമുള്ളൊരു അപ്പച്ചനായിരുന്നു, ബാക്കി മുട്ടിന് വേദനയുള്ള ആളായിരുന്നു, ബാക്കി സകല ആളുകളും സുജൂദ് ചെയ്തു. അയാൾ മാത്രം മണ്ണെടുത്ത് അതിനെ ചുംബിച്ചു. ബുഖാരി 4428. ചെറിയ റബ്രസ് തെറ്റ് വരാം, ശ്രദ്ധിച്ചോണം. അപ്പൊ ഇത്രയും സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. 428 ക്ലിയർ ആക്കാൻ ഞാൻ വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ കറക്റ്റ് എടുക്കുക. ഇതൊക്കെ താമസിച്ചു പോയി. 13 വർഷം ഇവര് 8 മുതൽ 13 വർഷത്തെ ഒരു ഗ്യാപ്പില് ഈ അല്ലാത്ത മനാത്ത ഉസമാരെ കൂടി മുസ്ലിങ്ങൾ നമസ്കരിക്കേണ്ടി വന്നു. ഇതിന് പോലും ഒരു ആയത്തിറക്കി തിരുത്തിയില്ല ഈ അല്ലാഹ്. പക്ഷെ മുഹമ്മദിന് പെണ്ണ് വേണോ, നിനക്കൊരു വിഷമം തോന്നാതിരിക്കാൻ ദാ പിടിച്ചു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കി ആയത്ത് വരും. അവിടെയാണ് ഇതിലെ കള്ളക്കളി ഞങ്ങൾ പൊളിക്കുന്നത്. പക്ഷെ അത് അള്ളാഹുവിന് മാറ്റാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ഈ മുഹമ്മദിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ പുള്ളി അനങ്ങുള്ളൂ, അല്ലെങ്കിൽ ആയത്ത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മുഹമ്മദിന് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അത് ഈ ഹദീസിലൊരു സംഭവമുണ്ട്. മുഹമ്മദിനോട് അള്ളാഹു ഒരു ആയത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും, അതായത് ജിഹാദിന്റെ കാര്യത്തിൽ, അപ്പോ ജിഹാദ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാ നിർബന്ധിത കൽപ്പന. അപ്പൊ ഒരാൾ വന്നിട്ട് പറയും, മുഹമ്മദ് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണം കുറയുന്നുണ്ട്, എന്തേലും ഒന്ന് ചെയ്യാൻ പറയുമ്പോ അള്ളാഹു അന്നേരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഹദീസ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അന്നേരം വേറൊരു ആയത്തോട് ഇറക്കി കൊടുത്തു, ശാരീരിക ക്ഷീണമുള്ളവരൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല, പിന്നെ ആദ്യമേ ഇതങ്ങ് പറഞ്ഞ് ഇറക്കിയാൽ പോരെ. വേണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ചോട്ടെ. ഒപ്പം തന്നെ ഇവിടെ താഴെ കമന്റ് ഇടുന്ന BKM കയറി വരാം, ചർച്ചയ്ക്ക് വരാം. അവിടെ ഇരുന്ന് വെറുതെ കുറിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ചോദിക്കുന്നതിന് ഉത്തരവൊക്കെ പറയാം. കയറി വാ. BKM ഒന്ന് ഇൻവൈറ്റ് ചെയ്തു. പുള്ളിക്കാരൻ സാറിന് വലിയ ഞാൻ എടുത്തിട്ടുണ്ട്, വരാൻ സാധ്യതയില്ല, എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ സാറിന് ഒരു തെറിവിളിറ്റീവാണ്. പാസ്റ്റർ BKM ഒരു ഇസ്ലാമിക സഹോദരിയാണോ? BKM ഈ മതത്തിൽ നിൽക്കുന്നത് she want to watch her husband is having sex with the 72 virgin, so she will watch her eternal life. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഈ മതത്തിൽ നിൽക്കുന്നത്. അപ്പോൾ വെരി ഗുഡ് BKM, ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് ദിസ് റിലീജിയൻ. സോ യു ഹാവ് എ ലോട്ട് ഓഫ് എന്താണ്, അള്ളാഹു കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. ന്യൂക്ലിയർ അതിനകത്തെ ഒരു കാര്യമുള്ളത്, ഈ പിന്നെ ഇത്തരം സഹോദരിമാരോട് നമ്മൾ ബഹുമാനവും ആദരവും പുലർത്തണം. കാരണം ഈ സാധുക്കൾക്ക് ഇതിലെ തട്ടിപ്പറിയില്ല. സമാനതകളില്ലാത്ത വൃത്തികെട്ടൊരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദ്. നിങ്ങളെ വേദനിപ്പിക്കല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കേണ്ടത് തെളിവ് നിരത്തി അങ്ങനെ അല്ല, അദ്ദേഹം മാന്യനും നല്ല വ്യക്തിയുമാണ് എന്ന് തെളിവുകൾ നിരത്തി പറയണം. അതായത് സ്വന്തം ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ കട്ടിലിൽ ആ വിരിപ്പിൽ കിടന്ന് വേലക്കാരിയൊടുത്ത് ശയിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു ഭാര്യയ്ക്ക് 6 വയസ്സ്, അവരെക്കാൾ 3 വയസ്സാണ് മകൾക്ക് പ്രായം. അപ്പൊ ആ വ്യത്യാസം ഓർക്കണം. തന്നേക്കാൾ 3 വയസ്സ് കുറവുള്ളൊരു പെണ്ണിനെ കൊണ്ട് ഉമ്മ എന്ന് വിളിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. ഒപ്പം മറ്റൊരു ഭാര്യയ്ക്ക് 65 വയസ്സ് പ്രായം. അപ്പൊ അമ്മയുടെ പ്രായമുള്ള ഒരാള്. ഇതുകൂടാതെ ഖദീജ ഉണ്ടായിരുന്നു പണ്ട്. ആ ഖദീജയ്ക്ക് തന്നെ അമ്മയുടെ പ്രായമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കാണുന്നതെല്ലാം ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച കുറെ സ്ത്രീകൾ, ഇവരെല്ലാം കൂടെ ഉണ്ട്. അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യനെ എടുക്കുക നിങ്ങൾ. ഞങ്ങൾ എന്താണ് സഹോദരി ഈ മനുഷ്യനിൽ നിന്ന് പഠിക്കണ്ടേ? ഇദ്ദേഹം എന്തോ നന്മയാ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അതിന് നിങ്ങളുടെ വ്യാഖ്യാതാക്കൾ ഓരോന്ന് പറയുന്നുണ്ട്, വിധവമാരെ സംരക്ഷിക്കാനാ. ഒരു വചനം ഖുറാനിൽ നിന്ന് കാണിച്ചു തരാമോ ഇത് വിധവയെ സംരക്ഷിക്കാനാണെന്ന്? ഏത് വിധവയെ സംരക്ഷിക്കാൻ നീ കെട്ടിക്കൊള്ളനാ പറയുന്നത്? മറിച്ച് പറയുന്നേ, നിനക്കൊരു വിഷമവും തോന്നാതിരിക്കേണ്ടതിനാണ്. എന്താ മുഹമ്മദിന്റെ വിഷമം? ഈ 53 വയസ്സുള്ള മനുഷ്യന്റെ വിഷമം എന്താന്ന്? 53 മുതൽ 60 വരെയുള്ള കാലത്തെ അദ്ദേഹത്തിന്റെ വിഷമം എന്താ? എന്ത് വിഷമമാണുള്ളത് ഇതുപോലെ പെണ്ണ് കെട്ടാൻ? അതുകൂടാതെയാണ് ശരീരദാനം ചെയ്യുന്ന സ്ത്രീകൾ. ഏതെങ്കിലും ഒരു സ്ത്രീ, സത്യവിശ്വാസിനിയായ സ്ത്രീ മുഹമ്മദിന് ശരീരദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് അനുവദിച്ചിരിക്കുന്നു. ഇത് മുഹമ്മദ് തന്നെ എഴുതി വെച്ച കാര്യങ്ങളല്ലേ? ഏത് സത്യസന്ധനായ ദൈവം ഇങ്ങനെ കൊടുക്കും? പിന്നെയും കാണുന്ന ഒരു സംഭവമാണ്, ഉസ്താദുമാര് പ്രസംഗിക്കുന്നു 33-50 ആസ്പദമാക്കിയുള്ള തഫ്സീറുകൾ നോക്കണം.
ആ തഫ്സീറുകൾ എടുത്താൽ നിങ്ങൾ ഏത് സുന്നിയാണോ ജമാഅത്തെയാണോ മറ്റേ മുജാഹിദാണോ എന്നറിയത്തില്ല, നിങ്ങൾ ഏതാന്ന് പറഞ്ഞാലും ഞങ്ങൾ തഫ്സീർ തരാം. അത് എഴുതിയിരിക്കുന്ന വെച്ച് നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനൊപ്പം യാത്ര ചെയ്തു പോകുമ്പോൾ എതിരെ മുഹമ്മദ് വരുമ്പോൾ നിങ്ങളോട് താല്പര്യം തോന്നിയാൽ അപ്പോഴേ മൊഴി ചൊല്ലി മുഹമ്മദിന് കൊടുത്തേക്കണം. മനസ്സിലായില്ലേ? റസൂലിനൊരു ഇതൊക്കെ എന്താണ്? സത്യസന്ധനായ ദൈവം ചെയ്യേണ്ട കാര്യമാണോ? നിങ്ങൾ ഇട്ട കമന്റ് എന്താണ്? ദൈവത്തിന് പുത്രൻ ഉണ്ടാവുക സ്വാഭാവികമല്ല. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷേ സഹോദരി? പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഗർഭാശയത്തിലെ ഗർഭസ്ഥ ശിശുവിന്റെ ഉടമ എന്നാണ്. നോമിനൽ സെക്ഷുവൽ ലൈഫിലല്ലാതെ പുത്രൻ ദൈവത്തിനുണ്ടാവും. അതാണ് യേശുക്രിസ്തു എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സെക്ഷുവൽ ലൈഫിലൂടെ ഉണ്ടായതല്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. ഈ മുഹമ്മദിന് എന്താ അള്ളാഹ്ക്ക് എന്താ സംഭവിച്ചേ? അള്ളാഹ്ക്ക് 3 പെൺമക്കളായിരുന്നു. ഇതിനുശേഷം ആ പെൺമക്കളിൽ നിന്ന് ബന്ധനമുക്തനാക്കി അള്ളയെ ദേശീയ നേതാവായിട്ടോ സകലത്തിന്റെയും സൃഷ്ടാവായിട്ടൊക്കെ ഉയർത്തി കാട്ടുന്ന മുഹമ്മദാണ്. അതിനു മുമ്പ് ആരും അള്ളാഹ് സർവ്വലോക സൃഷ്ടിതാവാണെന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് കാര്യം? ഇനി അള്ളാഹ് എവിടെയെങ്കിലും ഇങ്ങനെ പറഞ്ഞായിട്ടും അറിയത്തില്ല. മുഹമ്മദ് പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ. ഇനി വേറൊരു കാര്യം, ഈസ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അള്ളാഹ് ജിബ്രീലിനെ വിട്ടോ മറ്റോ മറിയത്തിന്റെ ഫർജിൽ ഊതി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ സൃഷ്ടി നടത്തിയ ആള് പിതാവല്ലേ, പിന്നെ ആരാണ്? അപ്പൊ ഈ ബാപ്പയുടെ പേരിടേണ്ട സ്ഥാനത്ത് ഒരു പേര് വേണമല്ലോ, അതാരാണ്? അത് പറയണ്ടേ? അപ്പം അത് പറയാൻ വയ്യ. എന്താണ് ദൈവത്തിനൊരു പുത്രൻ ഉണ്ടാവുക എന്നുള്ളത് പറ്റാത്ത എന്തുകൊണ്ടാണ്? എനിക്കൊരു കൂട്ടുകാരി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരി ഉണ്ടെങ്കിൽ എന്ന് പറയാൻ എന്താ അതിന്റെ അർത്ഥം? കൂട്ടുകാരി ഉണ്ടോ? കൂട്ടുകാരി ഉണ്ടേ പറ്റുമെന്നില്ല അതിന്റെ അർത്ഥം. കൂട്ടുകാരി ഇല്ല, അതാണ് അള്ളാഹ് കരയുന്നത്. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ലെന്നാണ് കരയുന്നത്. അല്ലെ നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് അത് വിശദീകരിച്ചു തരാം. നിങ്ങളുടെ ആൾക്കാരോട് പറ, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കിതാബ് ആട്ടെ, ഈ കിതാബിലൂടെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്നൊരു ഭാഗം കാണിക്കലോ എവിടെങ്കിലും. ഇതിലുള്ള മുഴുവൻ ഞാൻ പഠിച്ചിട്ട് 7 എടുത്ത് കണ്ടു സ്നേഹിക്കുക എന്നൊരു പദം. അത് മുഴുവൻ അള്ളാഹി റസൂലിനെ സ്നേഹിക്കാനാ. അള്ളാഹി റസൂലിനെ സ്നേഹിക്കാൻ നിങ്ങളോട് പറയും, നിങ്ങൾ സ്നേഹിക്കും, നിങ്ങൾ അവർക്ക് വേണ്ടി കൊല്ലും. അള്ളാഹിക്കല്ല, മുഹമ്മദിന്. അള്ളാഹയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മുഹമ്മദ് എന്തോ സംഭവമാണ്, പുള്ളിയെ ഇങ്ങനെ പുകഴ്ത്തും. അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോഴേക്ക് വായിൽ 1000 ബഹുമാന പദങ്ങൾ കയറി വരും. അള്ളാഹ് വെറും ലോക്കലാണ്. അതാണ് ഞാൻ പറയാറുണ്ട്, പാകിസ്ഥാനിൽ അള്ളാഹയെ വിമർശിക്കുന്നവന് 10 വർഷം തടവ്. മുഹമ്മദിനെ വിമർശിച്ചു പോയാൽ അവന്റെ തല വെട്ടും. നിങ്ങളുടെ ദൈവം ആരാ? ഈ മനുഷ്യനാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ മുഹമ്മദിന്റെ ചില ഇഷ്ടങ്ങൾ സാധിക്കാൻ കൂടി ഇങ്ങനെ നിൽക്കുക. വേറൊരു ഗുണം അള്ളാഹയെ കൊണ്ടില്ല. ഒരു മനുഷ്യന് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാളാണ് അള്ളാഹ്. അതൊരു ഗോത്രദേവനാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ കമന്റ് എഴുതുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, പഠിക്കുക. നിങ്ങൾക്കൊരു വിലയും നിലയും സമൂഹത്തിൽ തരാത്ത കിതാബാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇവിടെ ഇപ്പൊ ഉസ്താദുമാര് പ്രസംഗിക്കുന്ന ഹിജാബ് ധരിച്ച് ഇങ്ങനെ മേൽവസ്ത്രം എല്ലാം ധരിച്ചു പോകണം, ഇല്ലെങ്കിൽ പുരുഷന്മാർക്ക് അത്തരം സ്ത്രീകളോട് ആസക്തി തോന്നും. ഓക്കെ, മുസ്ലിങ്ങൾ ഇങ്ങനെ ധരിച്ചു പോവാ ഒരു കമ്മ്യൂണിറ്റിയിൽ. ഇത് ധരിക്കാത്ത സ്ത്രീകളുണ്ട്, ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ ആയിട്ടുണ്ട്. കുറെ മുസ്ലിങ്ങളും ധരിക്കുന്നില്ല. അപ്പൊ ഇവരെയൊക്കെ ഏത് കണ്ണുകൊണ്ടാണ് ഈ മുസ്ലിംമാര് നോക്കുന്നതെന്നാണ് ഞങ്ങൾക്കിപ്പോ പേടി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നോക്കുന്ന കക്ഷികളാണ് ഇവര്. ഇങ്ങനെ ഇവർക്ക് നോക്കുമ്പോൾ ഞരമ്പ് രോഗം ഉണ്ടാകുന്നെങ്കിൽ ഇവരെ വേണ്ടേ കൺട്രോൾ ചെയ്യാൻ? ഇവരാണ് ഹിജാബ് കീറി നടക്കണ്ടേ? അതായത് ഞാനൊരു സ്ത്രീയെ കാണുമ്പോ എന്റെ കൺട്രോൾ പോകുന്നെങ്കിൽ ഞാൻ വേണ്ടേ കണ്ണു മൂടിക്കെട്ടി നടക്കാൻ? ആ സാമാന്യ വിവരം പോലും അല്ലേക്കില്ല. എന്നിട്ട് സ്ത്രീകളെ കൃഷിയിടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സംസ്കാരം എന്താന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ചെല്ലുക, നിങ്ങൾക്ക് ബോധിച്ചവണ്ണം അവിടെ ചെന്ന് പ്രവർത്തിക്കുക. എന്തൊരു അധമവും വൃത്തിഹീനവുമാണിത്. ഇനി വളരെ കൃത്യമായിട്ട് തന്നെ ഖുർആൻ അടിമ സ്ത്രീകളെ പ്രാപിക്കാൻ പറയുന്നു. നിങ്ങളുടെ വലിയ നില എന്താ? അങ്ങനെയാണെങ്കിൽ അടിമ സ്ത്രീക്ക് എന്തുകൊണ്ട് ഒരു ഇസ്ലാമിക സ്ത്രീക്ക് എന്തുകൊണ്ട് സ്വന്തം അടിമയായ പുരുഷനെ പറ്റുന്നില്ല? ഇത് വരുമ്പോ 2 വശവും വേണ്ടേ? എന്താണ് അതിന്റെ മാനദണ്ഡം? ഇത് പറയണ്ടേ? അപ്പൊ ഇവിടെ വന്നൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കണം. അങ്ങേക്ക് വരാമെങ്കിൽ ഞങ്ങളിവിടെ സംസാരിക്കാൻ അവസരം ഒരുക്കാം. അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സഹപാലിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളാണ് ഇസ്ലാമിക പക്ഷത്തിൽ സംസാരിക്കാൻ വരുന്നെങ്കിൽ വളരെ മിതത്വം പാലിച്ചും അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ആദരവും കൊടുത്തേ സംസാരിക്കാവൂ. ധൈര്യമായിട്ട് കയറി വരാം. ഞാൻ എന്റെ സംസ്കാരമല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞ കാര്യം ഒന്ന് റീകോട്ട് ചെയ്തുന്നുള്ളൂ. ഈ MM അക്ബറിന്റെ അടുത്ത് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഞങ്ങൾക്ക് എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോ നിങ്ങളെ ഹൂറികളുടെ നേതാവാക്കും എന്ന് പറഞ്ഞല്ലേ? നിങ്ങളുടെ പണ്ഡിതന്മാരല്ലേ പറഞ്ഞേക്കുന്നേ? ഇനി പറ, പറ. ഞാൻ BKM മാത്രമല്ല അഡ്രസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇസ്ലാമിക വിശ്വാസത്തിലുള്ള ആദത്തിലെ കളിമണ്ണ് കുഴച്ച് പുള്ളി പണിയെടുത്തിട്ട് ഉണ്ടാക്കിയേക്കണേ. അത് ഉണക്കാൻ വരിയിട്ടുണ്ട് കളിമണ്ണ്.
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അങ്ങനെ അള്ളാഹു എന്തൊക്കെയോ ഉണ്ടാക്കിയേക്കണം ഒന്ന് പറഞ്ഞു തന്നെ. പിന്നെ ഇവിടെ ഒരു കാര്യം, ഇവിടെ ന്യൂക്ലിയറെ ഒരു കാര്യം എടുത്തിരിക്കുന്നത് പേഴ്സണലി പറഞ്ഞൊന്നും എനിക്ക് പ്രശ്നമല്ല. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് മുഹമ്മദിന്റെ ഭാര്യമാർക്ക് ഇല്ലാത്ത പ്രശ്നം ഞങ്ങൾക്ക് എന്തെന്നാണ്. ഭാര്യമാർക്ക് പ്രശ്നം ഉണ്ടല്ലോ. ഇതുവരെ മനസ്സിലാക്കിയില്ലേ? അനിൽ സാറേ, ഹഫ്സ അതൊന്നും മടങ്ങി അറിയുമായിരുന്നെങ്കിൽ വന്നിട്ട് ഇവിടെ ഒന്നും മിണ്ടത്തില്ല സാറേ. ഇതൊന്നും അറിയാത്തോണ്ട് ഈ കിടന്ന് വായ അടിക്കുന്നേ. തീർച്ചയായിട്ടും ഹഫ്സ പറഞ്ഞത് നിങ്ങൾ എന്നെ ആകെ അപഹസിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്താ പറഞ്ഞു? പേടിച്ചുപോയി. ഈ പണി കാണിച്ചിട്ട് കുറ്റബോധത്തോടെ നിൽക്കുകയാണ്. മാര്യത്തിനെ പ്രാപിച്ചിട്ട് കുറ്റബോധത്തോടെ നിൽക്കുമ്പോ പറയാണ്, നീ ഇതാരോടും പറയരുത്, സത്യം ജയിച്ചു, സത്യം ജയിച്ചു, ആയിഷയോട് പറയരുത്. ആയിഷയെ പുള്ളിക്ക് ഇച്ചിരി പേടിയുണ്ട്, കൊച്ചു പെണ്ണാണ്, ഇട്ടേച്ച് പോയാൽ ഗതികേടാവും. അപ്പോ ആയിഷയോട് പറയരുതെന്ന് പറഞ്ഞെങ്കിലും ഹഫ്സ പോയി പറയുകയാണ്. ആയിഷ അറിഞ്ഞു. ആയിഷ അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി. സകല ഭാര്യമാര് പറഞ്ഞു. അതൊക്കെ ഖുറാനിലുള്ള കാര്യമാണ്, ഹദീസിൽ പോലും അല്ല. എന്നിട്ട് ഭയങ്കര അലമ്പ്. അപ്പൊ പുള്ളി തീരുമാനിച്ചു, ഒരു മാസത്തേക്ക് ഇനിയും ഇവരെ പെണ്ണുങ്ങൾ ആരെയും അരികെ പോകുന്നില്ല എന്നും പറഞ്ഞു നിന്നു. പുള്ളിക്ക് ഒത്തിരി ആൾ അങ്ങനെ ബഹിഷ്കരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, കൺട്രോൾ ഇല്ല. അപ്പോഴേക്ക് അള്ളാഹു ആയത്തിറക്കി, നബിയെ, ഞാൻ നിനക്ക് അനുവദിച്ചു തന്ന വിശേഷപ്പെട്ട ആ വിഭവങ്ങളെ നീ ഭാര്യമാരെ ചൊല്ലി എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? മാരിയത്ത് നിന്റെ വിശിഷ്ട പത്നിമാരിൽ ഒരാളാണ്. പിന്നെന്താ പറഞ്ഞത്? പരിപാരെ വിളിച്ചിട്ട് ഉമർ വന്ന് കഴുത്തിന് പിടിച്ചു, ഹഫ്സയുടെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ തുടങ്ങി. പിന്നെ അതൊക്കെ രക്ഷപ്പെട്ടു. അല്പം കഴിഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹു അടുത്തത്, നിങ്ങള് മുഹമ്മദിനെ കുറിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞു വെച്ചാൽ അയാളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കാര്യം പോക്കാണ്, നിന്നേക്കാൾ സുന്ദരിമാരെ കൊടുക്കും. അപ്പൊ പ്രശ്നമില്ലായിരുന്നോ? ഇവരുടെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര പ്രശ്നം. ഖുർആനിനകത്ത് ആയത്തിന് സഹിതം കിടപ്പുണ്ട്. ഭാര്യമാരുടെ വഴക്ക് കാരണം അള്ളാഹു ഇറങ്ങി വന്ന് മര്യാദയ്ക്ക് ജീവിച്ചില്ലേ വേറെ പെണ്ണുങ്ങളെ കൊടുക്കും, നിന്നെയൊക്കെ അടിച്ച് കളയെന്നും പറഞ്ഞ് അള്ളാഹു മുഹമ്മദിന്റെ ഭാര്യമാരുടെ പ്രശ്നം തീർക്കാൻ ഇറങ്ങി വരുന്ന ആയത്ത്. ഹദീസൊന്നുമല്ല, ആയത്തുണ്ട്. വർഗീസ്വാസറെ, അതുപോലെ തന്നെ ഈ മുഹമ്മദിന്റെ മരണശേഷം ഈ ഭാര്യമാർക്കുള്ള അവസ്ഥ എന്നാന്നും കൂടെ പറയണേ. എത്ര ദാരിദ്ര്യമായിരുന്നു എന്നും കൂടെ പറഞ്ഞു കൊടുക്കണേ. ഒരേ കാര്യം കൂടെ പറഞ്ഞല്ലോ പ്ലീസ്. അതായത് ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പിലൂടെ ഒരു പട്ടിയോ പന്നിയോ ഒരു സ്ത്രീയോ നടന്നു പോയി കഴിഞ്ഞാൽ ആ നിസ്കാരം മുറിഞ്ഞുപോയി. അതിന് ആയിഷ ചോദിക്കുന്നുണ്ടോ? അത് കാരണം വേറൊന്നുമല്ല, സ്വർഗത്തിൽ നിന്ന് സുന്നത്ത് ചെയ്ത് വിട്ടത് നാട്ടുകാരറിയും. ബ്രദറെ ഒരു മിനിറ്റ്, ഇത് ഖുറാന്റെ തഫ്സീർ 66 തഹരീം എന്ന് പറഞ്ഞ അധ്യായം. നിങ്ങൾ പോയിട്ട്, സഹോദരി പോയിട്ട് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറോ അല്ലെങ്കിൽ അൽ ജലാലയിന്റെയോ തഫ്സീർ എടുത്ത് നോക്കണം. അതില് വചനം കൂടെ ഞാൻ വായിച്ചുതരാം. നബി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളോടൊരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം, എന്നിട്ട് ഭാര്യ അത് മറ്റേയാളെ അറിയിക്കുകയും, ഇത് ഖുറാനാകട്ടോ 66:3, നബിക്ക് അള്ളാഹു അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ചില ഭാഗം അദ്ദേഹം ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ അവളോട് അദ്ദേഹം അതേപ്പറ്റി വിവരം അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, താങ്കൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചു തന്നത്? നബി പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായിട്ടുള്ളവനാണ് എനിക്ക് വിവരം അറിയിച്ചു തന്നത്. നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയങ്ങൾ ചാഞ്ഞു പോയിരിക്കുന്നു, ഇനി നിങ്ങൾ ഇരുവരും അദ്ദേഹത്തിനെതിരിൽ, റസൂലിനെതിരിൽ പരസ്പരം സഹകരിക്കുന്ന പക്ഷം അള്ളാഹു ആകുന്നു അദ്ദേഹത്തിന്റെ യജമാനൻ. ഇവരാ പറഞ്ഞ ഒന്നും പിണക്കമില്ലായിരുന്നു. ജിബ്രീലും സഹൃത്തരുമായ സത്യവിശ്വാസികളും അതിനു പുറമെ മലക്കുകളും അദ്ദേഹത്തിന് സഹായികളായിരിക്കുന്നതാണ്. ഒരു വചനം കൂടെ, പ്രവാചക പത്നിമാരെ, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം. പക്ഷെ എപ്പോഴും സൂക്ഷിച്ചോളാൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് തന്നെ, അതാ നൽകിയേക്കാം എന്നൊക്കെ പറഞ്ഞൊരു സൂചന. അതിനകത്തൊരു സാധനം ഒളിച്ചു വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളും സത്യവിശ്വാസികളും ഭയഭക്തി ഉള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധനാനിരതരും വ്രതമനുഷ്ഠിക്കുന്നവരും വിധവകളും കന്യകളുമായിട്ടുള്ള സ്ത്രീകളെ കണ്ടോ. അപ്പൊ പുള്ളി പറയാ, ഭയഭക്തി ഉള്ളവര്, പശ്ചാത്താപമുള്ളവര്, ആരാധനാനിരതര്, വ്രതമനുഷ്ഠിക്കുന്നവര്, വിധവകള്, കന്യകളുമായിട്ടുള്ള സ്ത്രീകളെ അള്ളാഹു ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിലെ വലിയൊരു തമാശ കൂടി പറയാം. ഇവർ രണ്ടുപേരും പശ്ചാത്തപിച്ച് മടങ്ങണോ? സാധാരണ കുറ്റം ചെയ്തവരാ പശ്ചാത്തപിച്ച് മടങ്ങുന്നത്. ഇങ്ങേര് പോയിട്ട് മാര്യത്തിനെ സ്വന്തമാക്കിയിട്ട്, വേലക്കാരിയെ സ്വന്തമാക്കിയിട്ട് കണ്ടു നിന്നവര് പശ്ചാത്തപിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊന്നൊരു പിടിയും കിട്ടുന്നില്ല. തെറ്റ് ചെയ്തും കണ്ടവനോട് പറയാ പശ്ചാത്തപിക്കണോ? കള്ളനെ പിടിക്കാൻ പോലീസ് വരുമ്പോ പറയാ, സാറ് പശ്ചാത്തപിച്ചോന്ന്. എന്തിനാ? ഞാൻ മോഷ്ടിച്ചെന്ന്.
ഞാൻ കയറി മോഷ്ടിച്ചിട്ട് നിൽക്കുക. അതുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പശ്ചാത്ത വയ്ക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതേ വിധത്തിലാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ്. ഏഹ് പറഞ്ഞോ. പാസ്റ്റർ ഒരു മിനിറ്റ് ഒരു കാര്യം ഒന്ന് അടിയട്ടെ. ഈ പാസ്റ്റർ ഇപ്പൊ വായിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞതിനോടെ ഒറ്റ സിംഗിൾ കാര്യം പറഞ്ഞു തന്നാല് പിന്നെ ആ BKM ഇട്ടതിനൊരു മറുപടിയും കൊണ്ടുണ്ട്. അതായത് പാസ്റ്റർ പറഞ്ഞ ഒരു സംഭവം തഫ്സീറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു ഹദീസ് കൂടെ തരാം. സഹോദരി പറഞ്ഞു അവർക്കൊന്നും ഒരു വിഷയമില്ലായിരുന്നു, അതായത് നബിയുടെ ഭാര്യയ്ക്കൊന്നും ഒരു വിഷയം ഉണ്ടെന്ന്. എന്റെ പൊന്ന് BKM, ഈ മറ്റേ ഹഫ്സയുടെ വിരിപ്പി വെച്ചിട്ട് മാരിയത്തുമായിട്ട് സംഭവം ഉണ്ടായപ്പോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആയിഷ ഉണ്ടാക്കി വെച്ച പുകില് വല്ല അറിയാവോ? ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ചുമ്മാ അല്ലാട്ടോ, ഇത് വ്യാഖ്യാനം അല്ലെങ്കിൽ തഫ്സീർ ഒന്നും അല്ല ഞാൻ വായിക്കുന്നത്. ഞാൻ വായിക്കാൻ പോകുന്ന ഹദീസ്, നിങ്ങളുടെ സഹീഹായിട്ടുള്ള ഹദീസ് പറഞ്ഞ കാര്യം. ആയിഷ എന്തൊക്കെ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് എന്നാ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അതിന്റെ ഒരെണ്ണം സഹീൽ ബുഖാരി ഞാൻ മേളിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2468. The Prophet did not go to his wife because of the secret which Hafsa had disclosed to Aisha. അതായത് ഹഫ്സ ആയിഷയോട് വെളിപ്പെടുത്തിയ ഈ രഹസ്യ നിമിത്തം ഉണ്ടായ പുകില് കേൾക്കണോ? പ്രവാചകൻ തന്റെ ഭാര്യമാരുടെ അടുത്തേക്ക് പോയില്ല. And he said that he would not go to his wife for 1 month as he was angry with them when Allah admonished him. അതായത് അള്ളാഹു ഉപദേശിച്ച സമയത്ത് അവരോട് ദേഷ്യം തോന്നിയതിനാൽ 1 മാസത്തേക്ക് ഭാര്യമാരുടെ അടുത്ത് പോയിട്ടേ ഇല്ല. എന്നിട്ട് ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫോർ ഹിസ് ഓത്ത് ദാറ്റ് ഹി വുഡ് നോട്ട് അപ്രോച്ച് മരിയ. അതായത് ഈ മാര്യത്തിന്റെ അടുക്ക് ഇനി പോകത്തില്ലെന്നുള്ള ആ ശപഥമാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി അടുത്ത ഹദീസ് കേട്ടോ, ഈ ആയിഷ വലിയ വിഷയം ഉണ്ടാക്കിയ സംഭവം. ഇത് പറയരുന്ന് പറഞ്ഞിട്ട് ആയിഷ വലിയൊരു വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ സഹിയായിട്ടുള്ള ഹദീസ് ഞാനിവിടെ മേളിൽ പേസ്റ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ കൃത്യ ആ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവാചകൻ അടിമ സ്ത്രീ ആയിട്ടുള്ള ഒരാളെ, ആ ഹെഡിങ് തന്നെ അതിന്റെ, അതായത് നരേറ്റഡ് ആയിഷ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സംഭവത്തിന്റെ അകത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇറ്റ് വാസ് നരേറ്റഡ് ഫ്രം അനസ് that the messenger of Allah had a female slave with whom he had intercourse. അതായത് അള്ളാഹുവിന്റെ ദൂതൻ ഒരു അടിമ സ്ത്രീയുമായിട്ട് ശാരീരത്തിൽ ഏർപ്പെട്ടു. ബട്ട് ആയിഷ ആൻഡ് ഹഫ്സ വുഡ് നോട്ട് ലീവ് ഹിം എലോൺ. അതായത് ഈ സംഭവം ആയിഷയെ ഹഫ്സയെ അറിഞ്ഞപ്പോ പ്രവാചകനെ വിടാതെ പുറകെന്ന് പിടിച്ചു. വുഡ് നോട്ട് ലീവ് ഹിം എലോൺ അൺടിൽ ഹി സെഡ് ദാറ്റ് ഷീ വാസ് ഫോർബിഡൻ ഫോർ ഹിം. മുഹമ്മദിനെ കൊണ്ട് എന്നിട്ട് പറയിപ്പിച്ചു. ഇത് ഹെഡിങ് ആട്ടോ, അതായത് നരേഷൻ എന്നിട്ട് നരേറ്റ് ചെയ്യുന്നെന്നും പറഞ്ഞിട്ടാണ് ആ ഹെഡിങ് തുടങ്ങുന്നത്. ആയിഷ ആൻഡ് ഹഫ്സ വുഡ് നോട്ട് ലീവ് ഹിം എലോൺ അൺടിൽ ഹി സെഡ് ദാറ്റ് ഷീ വാസ് ഫോർബിഡൻ ഫോർ ഹിം. ആയിഷ പുറകെ നടന്ന് പറയിപ്പിച്ചു ഇനി മേലാൽ അവരുടെ അടുത്ത് പോകരുതെന്ന്. ദെൻ അല്ലാഹ് ദ മൈറ്റി ആൻഡ് സബ്ലൈം റിമിൽ. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഓ പ്രോഫറ്റ്, വൈ ഡിഡ് യു ഫോർബിഡ് യുവർ സെൽഫ് ദാറ്റ് വിച്ച് അല്ലാഹ് ഹാസ് അലൗഡ്. അതായത് അള്ളാഹു നിനക്ക് അനുവദിച്ചിട്ടുള്ള കാര്യമാര് നീ എന്തിനാ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് വേണ്ടാന്ന് വെക്കുന്നതാണ്. ഇത് കോൺട്രഡിക്ടറി അല്ല, ഇത് ഞാൻ വായിച്ചത് സഹിയായിട്ടുള്ള സഹീഹൽ ബുഖാരി എന്നും സുനാൻ അന്നസായിദ് എന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കൂടാണ്ട് ഇവരുടെ പല ആളുകളും തേൻകുടി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കോൺട്രഡി ആയിട്ടുള്ള ഹദീസാണ്. സുഹൃത്തെ, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തഫ്സീർ എടുക്കുമ്പോൾ, ഒരു തഫ്സീറോ 2 ഹദീസോ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാനിത് ഈ ഇടയ്ക്ക് നടന്നൊരു ഒരു പണ്ഡിതന്റെ കാര്യത്തിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഖുറാനെ ആസ്പദമാക്കി 2 ഹദീസോ 2 തഫ്സീറോ വന്നാൽ ഇത് രണ്ടും തിരസ്കരിക്കേണ്ട കാര്യമില്ലെന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞു വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും സ്വീകാര്യമാണ്. ആ തഫ്സീറും സ്വീകാര്യമാണ്, ഈ തഫ്സീറും സ്വീകാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഈ തേൻ കുടിച്ചിട്ടുള്ള സംഭവം, അതായത് തേൻ കുടിച്ചതിന്റെ പേരിൽ വഴക്കുണ്ടായതും മാരിയത്തിന്റെ പേരിൽ ഉണ്ടായ വഴക്ക്, ഇത് രണ്ടും സംഭവിച്ചിട്ടുള്ളത്. ഇത് രണ്ടിന്റെയും ഈ ആയത്ത് ബാധകമാണ്. ഞാൻ വേണമെങ്കിൽ ആ സംഭവം കൂടെ തരാം. ഇത് കോൺട്രഡിക്ടറി അല്ല. ഈ സംഭവം, അതായത് ഈ വ്യാഖ്യാനം, ഈ 66-ന്റെ 1 മുതൽ 5 വരെ ഉള്ളതിലെ വ്യാഖ്യാനം ഈ തേൻ കുടിച്ചതാണെന്ന് പറയുന്നുണ്ട്. തെറ്റാണെന്ന് വെച്ചാൽ തെറ്റല്ല, കാരണം അത് പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്നുള്ള ഒരു വിധം. മറ്റേ കാര്യം മാര്യത്തുമായിട്ട് സംഭവിച്ചിട്ടുള്ളത് ഭൂരിഭാഗം പണ്ഡിതന്മാരും, അതായത് ഇബ്നു അബ്ബാസ്, ജലാലയന്, ഉള്ള കൊടച്ചാരി, എല്ലാ ആൾക്കാരും ഭൂരിഭാഗം പേരും സപ്പോർട്ട് ചെയ്യുന്നത് ഇത് മാര്യത്തിന്റെ വിഷയമാണ്. അതും കോൺട്രഡിക്ടറി അല്ല. അല്ല BKM ഒന്നെങ്കിൽ കയറി വരാം, ഇല്ലെങ്കിൽ ഇനി കമന്റ് ഇടുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യും. കാരണം അവര് ചുമ്മാതെ ഒന്നും പറയാനായിട്ടുള്ള കേൾപ്പില്ലെങ്കിൽ കയറുമെന്ന് BKM ഇപ്പോഴും പ്രശ്നം മനസ്സിലായിട്ടില്ല. BKM പറഞ്ഞത് കമന്റ് ഇട്ടാ ഡിലീറ്റ് ചെയ്യുന്നത്.
ഇത് കോൺട്രഡിക്ടറി അല്ല BKM, ഇത് രണ്ടും പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും പ്രവാചകന്റെ ജീവിതത്തിൽ, അതായത് നിങ്ങൾ തന്നെ പണ്ഡിതൻ പറഞ്ഞാണ് 2 തഫ്സീറുകൾ വന്നാൽ രണ്ടും സ്വീകരിക്കണം. മനസ്സിലായോ? കോൺട്രഡിക്ടറി ആണെന്ന് പറഞ്ഞ് തള്ളി ചുരുട്ടി ദൂരോട്ട് കളയരുന്നല്ല. മനസ്സിലായോ? രണ്ടും സ്വീകരിക്കണം. അതിന്റെ കൃത്യം പറഞ്ഞു, ഞങ്ങൾ അതും സ്വീകരിക്കുന്നു ഇതും സ്വീകരിക്കുന്നു. ഞാൻ ആ ഓഡിയോ കേൾപ്പിച്ചു തരാം. ബറോസ് ബ്രദറെ, അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തേട്ടെ. ഇവിടെ കൊടുത്തോട്ടം പാസ്റ്റർ ഇപ്പൊ വായിച്ച നമ്മുടെ സൂറത്ത് തഹ്രീം ഉണ്ടല്ലോ 66:5, ഇതില് ഒരു അല്പം ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഈ സാധനം മതി മതം വിടാനായിട്ട്. ഇത് ആരോട് പറയുന്നതാണ്? നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം. ഇത് അള്ളാഹു ആണോ സംസാരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി വേറെ ആരെങ്കിലും സംസാരിക്കുന്നതാണോ? ഒന്ന് ആലോചിക്കുക. ഉമ്മർ പറഞ്ഞ കാര്യമാണ് ഈ അള്ളാഹു ആയത്തായിട്ട് ഇറക്കി കൊടുത്തേക്കണേ. ഉമ്മറാണ് ഇത് ആദ്യം വേറെ കാര്യം ചിന്തിക്കുന്നുണ്ട്. ഇതില് വേറെ കാര്യം ചിന്തിക്കുന്നുണ്ട്. ഇത് ഒരു തേൻ കുടിച്ചതിന്റെ പേരിൽ ഭാര്യമാരാരും ഉപേക്ഷിക്കാൻ പോകുന്നത്. ഇതെന്താ സാമാന്യ കോമൺ സെൻസ് ഉള്ള ഏതൊരുത്തരും മനസ്സിലാവും. ഒരു തേൻ കുടിച്ചെന്നും പറഞ്ഞ് വിവാഹമോചനത്തിലേക്ക് വരെ എത്തിയെന്ന്. ഇത് കോമൺ സെൻസ് ഉള്ള ഏതൊരുത്തരും മനസ്സിലാവും ഇതിൽ ഏതാണ് സംഭവം. ഇനി പോട്ടെ, നമുക്ക് ഇവരുടെ ഭാഗം തന്നെ എടുക്കാം. ഇത് തേൻ കുടി തന്നെ ആയിക്കോട്ടെ. അത് തേൻ കുടി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ സംഭവം നടന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ. കാരണം ഇവരുടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരായത്തിന് 2 തഫ്സീർ വന്നാൽ ഇത് രണ്ടും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്, രണ്ടും സ്വീകരിക്കണം, ഇത് രണ്ടും സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഇതൊന്ന് കേട്ടാട്ടെ. ഈ പറഞ്ഞ സഹോദരിക്ക് വേണ്ടിയാ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്തു പരിശോധിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. രണ്ട് ഒരേ സംഭവം രണ്ട് പേര്. BKM 66:5 ഒന്ന് വായിക്കണോട്ടോ. ഇവിടെ ഈ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ ഭാര്യമാരോടാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ആരാണെന്ന് അള്ളാഹുവിനെ തന്നെയാണ് പറയണേ. അദ്ദേഹത്തിന് മുഹമ്മദ്, ഓക്കെ, അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ഇതാരാണത്? അള്ളാഹുവിനെ തന്നെ അഡ്രസ് ചെയ്യണം അദ്ദേഹത്തിന്റെ രക്ഷിതാവ് എന്നാണോ? ഇനി പോട്ടെ, BKM ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ വിവാഹമോചനം ചെയ്ത് കഴിഞ്ഞ് ഇതിനേക്കാൾ നല്ല സൂപ്പർ പെണ്ണുങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തല്ലേ ചെയ്യുന്നേ. ഇതിലെവിടെയാണ് ഒരു ഭാര്യമാരെ, കുറച്ച് സ്ത്രീകളെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തനായ നിങ്ങളുടെ അള്ളാഹു ഒരു പറ്റം സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു. എന്തും പറഞ്ഞുകൊണ്ട്, നിങ്ങളെ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല കന്യകകളായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകളെ ഞാൻ കൊടുക്കുമെന്ന്. ഇതൊരു ഭീഷണിയല്ലേ മറ്റേ BKM? ഇനി അടുത്ത ചോദ്യം, ഈ സാധനം BKM ഓതിയോണ്ട് BKMനുള്ള ഗുണം എന്താ? സൂറത്ത് തഹ്രീം ഈ 66:5 ഖുർആൻ ആയത്ത് BKM ഓതിയത് കൊണ്ട് BKMന് മനസ്സിലാവും. BKM എന്താണ് ഇന്നത്തെ കാലത്ത്? BKMന് അതിന്റെ പ്രസക്തി എന്താണ്? ഈ 66:5 ഇന്നൊരു ഏതെങ്കിലും ഒരു മുസ്ലിം പാരായണം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത്? എന്താണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്? ഒന്ന് പറഞ്ഞു തരാമോ? അതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? താങ്കൾ ഈ 66 ഞാൻ പറഞ്ഞതിന്റെ തെളിവ് ഞാൻ 2 തഫ്സീറുകൾ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പണ്ഡിതൻ പറഞ്ഞു.
അതിന്റെ മുഖദ്ദിമയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത്ഖാനിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടത്തെ തന്നെ അർ-റസായിലുൽ തിസ്അയിന്റെ 39ാമത്തെ പേജിൽ എല്ലാവരും പറയുന്നു ഒരു തഫ്സീറിന് ഒരു ആയത്തിന് ഒന്നിലധികം തഫ്സീർ വന്നാൽ അതും സ്വീകാര്യമാണ്, ഇതും സ്വീകാര്യമാണ്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, ഇതും അംഗീകരിക്കുന്നു. ഒരായത്തിന് 2 തഫ്സീർ വന്നാൽ അതും സ്വീകാര്യമാണ്, ഇതും സ്വീകാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല സുഹൃത്തെ, നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത്. ഞാനേ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ഈ പല പണ്ഡിതന്മാർ ഈ ഹണിയാന്ന് പറയുന്നത് തേൻകുടിയുടെ കാര്യം പറയുന്നത് തന്നെ, തേൻകുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പരസ്ത്രീഗമനം എന്നുള്ള അർത്ഥത്തില്, അല്ലെങ്കിൽ പരസ്ത്രീഗമനം എന്നുള്ളതല്ല, ഇതുപോലെ സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നതിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. പെണ്ണുങ്ങളെ കേൾക്കുന്നുണ്ട് വളച്ചു കെട്ടി പറഞ്ഞാൽ അങ്ങനെ പറയാം. ബറോസ അതല്ല, ഒരു റിഫായുടെ ഭാര്യയുടെ സംഭവത്തെ അങ്ങനെ തേന്നാ പറഞ്ഞിരിക്കുന്നത്. ബറോസ ഇതിനകത്ത് ഒരു ഹദീസ് ഉണ്ടല്ലോ. ആക്ച്വലി ഹദീസ് സുനൻ അബി ദാവൂദ് 23:9 അതിനകത്ത് പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അവസാനത്തെ ഭാഗം ഞാൻ ഞാൻ മൊത്തം വായിച്ചു. The messenger of Allah was asked about a man who divorced his wife 3 times and she married another who ended up കടന്നു വന്ന എല്ലാവർക്കും